കാരണം 1 വയസ്സിൽ അമ്മ എന്ന് വിളിച്ച ഒരു കുഞ്ഞ് 2 വയസ്സിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ അമ്മയെ നോക്കുന്നില്ല, അമ്മയെന്ന് വിളിക്കുന്നില്ല. കാരണം ഈ ഒരു കൊല്ലം മുഴുവൻ കുഞ്ഞ് ഫോണിലായിരുന്നു. അമ്മയായിട്ട് കമ്മ്യൂണിക്കേഷൻ 1000 ദിവസത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഈ ബുക്ക് കാണിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിൽ വളരുന്ന ആദ്യത്തെ ഒരു 10 മാസവും അതിന് ശേഷമുള്ള 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്കുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ ബുക്കിനകത്തുണ്ട്. നമുക്ക് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ 95% അമ്മമാരും ഈ ബുക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണങ്ങളുണ്ട്, അത് അവരങ്ങനെയാണ്. കാരണം അമ്മയുടെ വയറ്റിൽ 9 മാസവും പകൽ ഉറക്കവും രാത്രി ആക്റ്റീവാണ് ഈ കുഞ്ഞുങ്ങൾ. അവർ പുറത്ത് വന്നാലും ആദ്യത്തെ ഒരു 100 ദിവസം അവർ പകൽ ഉറക്കമോ വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങും. പല കുട്ടികളും ഒരു ശല്യം ഉണ്ടാവില്ല അവരെയും കൊണ്ട്. പക്ഷേ രാത്രി ഒരു 6-7 മണി കഴിഞ്ഞവർ എഴുന്നേക്കും, രാത്രി 12-1 മണി വരെ. പിന്നെ ഇവർ ആക്റ്റീവാണ്. നമ്മൾ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ കുഞ്ഞ് കരയും. അപ്പോൾ രാത്രിയിൽ നമ്മൾ ആദ്യത്തെ 100 ഡേയ്സ് കുഞ്ഞ് പകൽ ഉറങ്ങുമ്പോൾ അമ്മയും കൂടെ കിടന്ന് ഉറങ്ങാൻ വിശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ, ആ സമയത്തിന് അവൻ സംസാരിച്ചില്ല, കമർന്നില്ല, നടന്നില്ല, എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ ഈ ഒരു 5 വയസ്സിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ പിന്നെ അത് ഒത്തിരി കഷ്ടപ്പാടായിരിക്കും. ഒരു ഗർഭിണിയായിട്ടുള്ളൊരു അമ്മ ശരിക്കും പറഞ്ഞാൽ ഒരു 12 കിലോ വരെ വെയിറ്റ് വെക്കാം എന്നുള്ളതാണ് പ്രഗ്നൻസിയിൽ. അതിലും കൂടുതൽ വെയിറ്റ് പോവുകയാണെങ്കിൽ അമ്മ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനും താഴെ വെയിറ്റ് ഗെയിൻ ആണെങ്കിലും. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ് എവ്രിവൺ, വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അനസ് കെ, പീഡിയാട്രിഷ്യൻ, അപെക്സ് ഹെൽത്ത് കെയർ ക്ലിനിക്, ആലുവ. ഡോക്ടർ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കുള്ളൊരു കൺസേൺ ആണ് കുട്ടിയുടെ പ്രായവും വളർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ കുട്ടിയുടെ ഗ്രോത്തും പ്രായവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മളിപ്പോൾ കുട്ടികളുടെ ഒരു ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഉള്ളൊരു 9-10 മാസം തൊട്ട് നമ്മൾ ശരിക്കും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ അപ്പം തന്നെ നോക്കണം. ന്യൂട്രീഷനും കുഞ്ഞിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ. അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തൊട്ട് തുടങ്ങുകയാണ് ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും അവൻ്റെ ബ്രെയിനിൻ്റെ ഗ്രോത്തും അവൻ്റെ ഭാവിയും നിർണ്ണയിക്കുന്നത് നമ്മുടെ വയറ്റിൽ നിന്ന് തന്നെയാണ്. ഇൻട്രാ യുട്രൈൻ ലൈഫിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഈ അമ്മയ്ക്ക് ഒബേസിറ്റി ഉണ്ടെങ്കിൽ, ഈ 12 കിലോയിലും മേലെ, ഒരു 15 അതിന് മേലെ കിലോ അമ്മ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ വെയിറ്റും കുറച്ച് എക്സസ് ആയിരിക്കാം. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുകയാണ് ഒബേസിറ്റിയും മറ്റ് കാര്യങ്ങളും. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഉണ്ടായേക്കാവുന്ന ചിലപ്പോൾ കോംപ്ലിക്കേഷൻ, വലിയ കുട്ടിയാണെങ്കിൽ അതുപോലെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഷുഗർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിലും അതും വലിയൊരു വിഷയമാണ്. കാരണം അമ്മയുടെ ന്യൂട്രീഷൻ ഹെൽത്ത് വളരെ മോശമാണെങ്കിൽ ഈ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിൻ്റെ ഹെൽത്തും വളരെ മോശമായിരിക്കും. അതിൻ്റെ ബ്രെയിൻ ഗ്രോത്ത് ആണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ IUGR ഗ്രോത്ത് ആയിരിക്കും, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. അത് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം അമ്മയുടെ ന്യൂട്രീഷൻ കൂടി എഫക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച അവിടെയും ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതും ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്, ഇപ്പോൾ വെയിറ്റ് തീരെ കുറഞ്ഞ് ജനിക്കുന്ന കുഞ്ഞ്, അവന് ഒത്തിരി കെയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരും ആ കുഞ്ഞിന്. മനസ്സിലാവുന്നുണ്ടോ? ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണെങ്കിൽ. അതുപോലെ വെയിറ്റ് കൂടുതലുള്ള കുട്ടികൾക്ക് ഷുഗർ കുറഞ്ഞു പോയിട്ട് അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ഷുഗർ കുറഞ്ഞു പോയിട്ട് ബ്രെയിൻ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ അമ്മ ഷുഗർ അമ്മയ്ക്ക് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി സമയത്ത് അതിന് ശേഷം കുഞ്ഞിന് പെട്ടെന്നൊരു ഷുഗർ കുറഞ്ഞ് ഹൈപ്പർഗ്ലൈസീമിയ വന്നിട്ട് അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും ഈ വെയിറ്റ് അത് ഉദരത്തിൽ തന്നെ തുടങ്ങുകയാണ്. അമ്മയുടെ ഹെൽത്താണ് ഏറ്റവും ആവശ്യം ആദ്യഘട്ടത്തിൽ. അതിനുശേഷം കുഞ്ഞ് ജനിച്ച ശേഷമുള്ള കാര്യമാണ് അടുത്ത കാര്യങ്ങൾ. കുഞ്ഞ് ജനിച്ച ശേഷം നമുക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടോ, അപ്പോൾ നമ്മളൊരു ആവറേജ് സ്കെയിൽ പറയുന്നത് 2.5 കിലോ തൊട്ട് 3.5 കിലോ വരെ വെയിറ്റാണ് പറയുന്നത്. ഇതിനുള്ളിൽ നിൽക്കുന്ന കുട്ടികൾ ഓക്കെയാണ്. ഈ 2.5 കിലോക്ക് താഴെയുള്ള കുട്ടികൾ ലോ ബർത്ത് വെയിറ്റും ഈ 3.5 കിലോക്ക് മേലുള്ള കുട്ടികൾ ഓവർ വെയിറ്റുമാണ്. അപ്പോൾ ഈ 2.5 3.5 ഇടയിലുള്ള കുട്ടികൾ അവർ സാധാരണ രീതിയിൽ 6 മാസം ആകുമ്പോഴേക്കും ജനിച്ച തൂക്കത്തിൻ്റെ ഇരട്ടിയാവണം എന്നുള്ളതാണ്. അതുകൂടാതെ ഈ കുട്ടികൾ 3 വയസ്സ് ഉള്ളിൽ തന്നെ അവർ ലെങ്ത്തും അത് ജനിക്കുന്ന വെയിറ്റിൻ്റെ ഡബിൾ ആവുന്നൊരു കാര്യമാണ്. അപ്പോൾ ജനിക്കുന്ന തൂക്കത്തിൻ്റെ ഇരട്ടിയാവണം 6 മാസത്തിൽ, 2 ഇരട്ടിയാവണം 1 വയസ്സാകുമ്പോഴേക്കും, അതിൻ്റെ 3 ഇരട്ടിയാവണം ഈ പറഞ്ഞ പോലെ 2 വയസ്സാകുമ്പോഴേക്കും. ഇപ്പോൾ ജനിക്കുമ്പോൾ സപ്പോസ് 2.5 കിലോ ഉള്ളൊരു കുട്ടിയാണ് ജനിക്കുമ്പോൾ, നമ്മൾ ആ കൊച്ചിൻ്റെ വെയിറ്റ് 5 കിലോ മേലെ പ്രതീക്ഷിക്കുന്നു 6 മാസം ആകുമ്പോൾ. ജനിക്കുമ്പോൾ 2.5 കിലോ ഉള്ള കുട്ടിയാണെങ്കിലോ 3 ഇരട്ടി വെയിറ്റ് പ്രതീക്ഷിക്കുന്നു 1 വയസ്സാകുമ്പോൾ. ഉദ്ദേശം ഒരു 7.5 കിലോ 8 കിലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും പല പാരൻസ് നമ്മുടെ അടുത്ത് കുട്ടികളെ കൊണ്ട് വരാറുണ്ട്. അവർ പറയും കുഞ്ഞിന് അത്രങ്ങ് ചബ്ബിനെസ് ഇല്ല, കാഴ്ചയ്ക്കൊരു ലുക്കില്ല. ഇപ്പോൾ 2.5 കിലോ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്കും 3 കിലോ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്കും തമ്മിൽ 6 മാസം അല്ലെങ്കിൽ 1 വയസ്സാകുമ്പോൾ വെയിറ്റ് ഒരുപോലെ അല്ല, വ്യത്യാസമുണ്ട്. ജനിക്കുമ്പോൾ 2.5 കിലോ ഉള്ള ആൾക്ക് 1 വയസ്സാകുമ്പോൾ 7.5 കിലോ 8 കിലോ സഫിഷ്യൻ്റ് ആണ്.
പക്ഷേ എനിക്ക് 3.5 കിലോയുള്ള കുട്ടിയാണെങ്കിലോ അതിൻ്റെ 3.5 വെയിറ്റ് 1 കിലോ 1 വയസ്സിലാവണം. ചിലർ ഉദ്ദേശം ഒരു 9.5-10 കിലോ വെയിറ്റ്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യം കുഞ്ഞിൻ്റെ വെയിറ്റ് ഈ ലെവലിൽ കൂടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതൊരു 2 വയസ്സാകുമ്പോൾ ജനിക്കുന്ന തൂക്കത്തിൻ്റെ 4 ഇരട്ടി. അപ്പോൾ വാട്ട് ഇഫ് നമുക്ക് അങ്ങനെ കുട്ടി ആ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഈ ഒരു വെയിറ്റിലേക്ക് എത്തിച്ചില്ല, അല്ലെങ്കിൽ കുട്ടി അങ്ങനെ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വെയിറ്റിലേക്ക് കുഞ്ഞ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയം ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ വളർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വയസ്സിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് തലയുടെ വളർച്ച 10 സെൻറ്റിമീറ്റർ കൂടുകയാണ്. ഇത്രയും തലയുടെ വളർച്ച ഒരു പ്രായത്തിൽ പിന്നെ നടക്കുന്നില്ല. 10 സെൻറ്റിമീറ്റർ തല വലുതാന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്താ വളരുന്നത്? ബ്രെയിനാണ്. അപ്പോൾ ഈ ബ്രെയിൻ്റെ ഏറ്റവും ആ ഒരു ഗ്രോത്ത് നടക്കുന്ന സമയം ആദ്യത്തെ ഒരു വർഷമാണ്. ഈ വർഷത്തിൽ കുഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ഉണ്ട്. കാരണം എത്ര ശരീരം ക്ഷീണിച്ചു പോയാലും മാക്സിമം ന്യൂട്രീഷൻ ബ്രെയിനിലേക്ക് പോയിട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മനസ്സിലാവും. ഒരു കരുതലാണ് അവിടെ പറയുന്നത് വെച്ചാൽ ബ്രെയിൻ എഫക്റ്റ് ചെയ്തിരിക്കുക. എന്നാൽ പോലും നമ്മൾ പറയുകയാണ് ആ ബ്രെയിൻ ഇത്രയും കൂടുതൽ വളരുന്ന, കാരണം 2 വയസ്സാകുമ്പോഴേക്കും 80% വളർച്ച തീരും തലച്ചോറിൻ്റെ. 5 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ തലയുടെ എല്ലാ ബോൺസും ഫ്യൂസ് ചെയ്ത് തല സെറ്റാകും, പിന്നെ വളരത്തില്ല. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ, ആ സമയത്തിന് അവൻ സംസാരിച്ചില്ല, കമർന്നില്ല, നടന്നില്ല, എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ ഈ ഒരു 5 വയസ്സിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ പിന്നെ അത് ഒത്തിരി കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങൾ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ബുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ പ്രത്യേകം എൻ്റെ കയ്യിലേക്ക് ബുക്ക് കരുതി കൊണ്ടുവന്നിരിക്കുന്ന കാരണം അതുകൊണ്ടാണ്. കാരണം ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ മാതൃശിശു സംരക്ഷണ ബുക്കാണിത്. പണ്ട് ഇതൊരു കാർഡ് രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ബുക്ക് ഇപ്പോൾ നമുക്ക് ഒരു ബുക്ക് രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കുഞ്ഞിൻ്റെ ആദ്യത്തെ 1000 ദിവസത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഈ ബുക്ക് കാണിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിൽ വളരുന്ന ആദ്യത്തെ ഒരു 10 മാസവും അതിന് ശേഷമുള്ള 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്കുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ ബുക്കിനകത്തുണ്ട്. നമുക്ക് കുറിച്ച് സംസാരിക്കുക ബുക്കിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ബുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ഒരു പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ബുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബുക്കാണ്. അപ്പോൾ ഒരു അമ്മ കുഞ്ഞ് ഉദരത്തിൽ വളർന്ന സമയത്ത് തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞിൻ്റെ 3 വയസ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ 95% അമ്മമാരും ഈ ബുക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഒത്തിരി റിസർച്ച് നടത്തി, ഇത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. പക്ഷേ അതിപ്പോൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, കേരളത്തിൽ മലയാളത്തിൽ അത് കൊടുക്കുകയാണ് നല്ല ഭംഗിയായിട്ട്. ഞാൻ ഉള്ളടക്കം ഞാൻ കാണിച്ചു തരാം. അടുത്ത വീഡിയോ നമുക്ക് സംസാരിച്ച് പോകുമ്പോൾ ഉള്ളടക്കം കാണിച്ചു തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ 95% ഈ ബുക്ക് കണ്ടിട്ടുണ്ടോ എല്ലാവരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വളർച്ചയെക്കുറിച്ചും അവർ വെയിറ്റ് ഗെയിൻ എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളതും പിന്നെ വാക്സിനേഷൻ. പക്ഷേ ഈ വാക്സിനേഷന് വേണ്ടി മാത്രമാണ് ഈ ബുക്ക് ഉപയോഗിക്കുന്നത്. ആ കുത്തിവയ്പ്പിന് വേണ്ടി അവർ ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോകും, ഈ വാക്സിനേഷൻ എടുക്കും, തിരിച്ചാ ബുക്ക് മടക്കി ഫ്രിഡ്ജിൽ അലമാരി കൊണ്ടുവന്ന് വയ്ക്കും, തുറന്ന് നോക്കത്തില്ല ബുക്കിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോൾ എൻ്റെ റിക്വസ്റ്റാണ് എല്ലാ അമ്മമാരും ഈ ബുക്ക് ഇന്ന് വായിക്കണം, തുറന്ന് നോക്കണം. നമ്മൾ കൈ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ആവേശത്തിന് പുറത്തുനിന്ന് മറിച്ച് നോക്കുമ്പോൾ തരും, പക്ഷെ അതിന് ശേഷം ഒരു ബുക്ക് വായിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ആ ബുക്കൊന്ന് തുറന്ന് വായിച്ച് അതിൽ എല്ലാ മാസവും അതിൽ എഴുതിയിട്ടുണ്ട് കുഞ്ഞിനെ അടുത്തുള്ള നമ്മുടെ എല്ലാ പഞ്ചായത്തിലും, നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഒരു അംഗനവാടി വെച്ചുണ്ട്. അപ്പോൾ ഈ അംഗനവാടി നമുക്ക് ഇതിനുള്ളതാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോകണം, അംഗനവാടി കൊണ്ടുപോയി ബുക്ക് അവിടെ കാണിക്കണം, കുഞ്ഞിൻ്റെ വെയിറ്റ് പ്ലോട്ട് ചെയ്യണം, ആ ബുക്കിൽ വരയ്ക്കണം. അതുകൂടാതെ കുഞ്ഞിൻ്റെ ഓരോ മാസത്തെയും വളർച്ചകൾ എന്തൊക്കെ മാനസിക സാമൂഹിക ഡെവലപ്മെൻറ്റ്സ് എല്ലാം കൂടെ ഉണ്ട്. വെയിറ്റ് മാത്രമല്ല, ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റ് മാത്രമല്ല, കുഞ്ഞിൻ്റെ സാമൂഹിക വളർച്ച, കുഞ്ഞിൻ്റെ ഭാഷ, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ അറ്റൈൻ ചെയ്യണം എന്നുള്ളത്. നാഴികക്കല്ലുകളെന്ന് എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ വായിച്ച് അതിൽ ടിക്ക് രേഖപ്പെടുത്തണം. 3 വയസ്സ് വരെ കുഞ്ഞിൻ്റെ ഫൗണ്ടേഷനാണ് ആ ബുക്ക്. എല്ലാവരും ഉപയോഗിക്കുന്നു, വിശ്വസിക്കുന്നു. ഡോക്ടറെ കാണിക്കണം ഈ ടിക്ക് രേഖ. ബുക്ക് ഡോക്ടറെ കാണിക്കേണ്ട, നമ്മൾ നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ സെൽഫ് അസസ്മെൻറ്റ് കൊടുക്കുന്ന ഏറ്റവും ബേസിക് ടൂളാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഏറ്റവും ബേസിക് ടൂളാണ്. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും കുഞ്ഞിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും അപാധകളുണ്ടോ, വെയിറ്റ് ഗെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവൻ്റെ മാനസിക വളർച്ചയാണെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പാരൻസിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഈ ബുക്ക് ഉപകാരപ്പെടും. ഈ ബുക്കിൽ നമ്മൾ ചെറിയ ചെക്ക് ലിസ്റ്റ് ഉണ്ട് ടിക്ക് ഇടാൻ വേണ്ടി. അതെല്ലാം ടിക്കറ്റ് എല്ലാ മാസം കറക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ, അതുപോലെ നമ്മൾ വെയിറ്റ് അതിൽ പ്ലോട്ട് ചെയ്ത് പോകണമെങ്കിൽ, നീളം അതിൽ വരച്ചിട്ട് അതിനുള്ള വെയിറ്റ് ഉണ്ടെന്ന് നോക്കി പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന് 3 വയസ്സ് വരെ നമുക്കൊരു ഫൗണ്ടേഷനാണ്. ഹെൽത്തി ആയിട്ട് വളരെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞിട്ട്.
അപകട സൂചനകൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡോക്ടറെ നേരത്തെ അപ്രോച്ച് ചെയ്യാം. അതിന് വേണ്ടി ഈ ബുക്കുള്ളത്. ഇപ്പോൾ ഒട്ടുമിക്ക പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ് കുട്ടിക്ക് തൂക്കം വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആസ് എ പാരൻറ്റ് നമ്മൾ എപ്പോഴാണ് കുട്ടിയുടെ വെയിറ്റിനെ കുറിച്ച് കൺസേൺ ആവേണ്ടത്? നമ്മളിപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഇപ്പോൾ ജനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2.5 കിലോ വെയിറ്റും 3.5 കിലോ വെയിറ്റിന് ഇടയിലുള്ള റേഞ്ചിൽ കുട്ടികളുണ്ടെങ്കിൽ ഹെൽത്തിയാണ്, വെരി ഗുഡാണ്. നമ്മൾ ആ കുട്ടികളുടെ ഓരോ മാസവും നമ്മൾ വെയിറ്റ് അസസ് ചെയ്യണം. നമ്മളത് ഈ അമ്മയും കുഞ്ഞും എന്നുള്ള ഗവൺമെൻറ് കിട്ടുന്ന ബുക്കിൽ പ്ലോട്ട് ചെയ്യണം. നമ്മളതിൽ വെയിറ്റ് കുഞ്ഞ് ആ ഗ്രീൻ സോണിൽ കൂടിയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഫൈൻ കേട്ടോ. അപ്പോൾ ആ ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊച്ചു പോവുകയാണെങ്കിൽ ഗ്രോത്ത് കുഴപ്പമില്ല. ആ സമയം ആ ബുക്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾ യെല്ലോ സോണിലേക്ക് വീഴുന്നുണ്ട്, അതിന് താഴെ റെഡ് സോണിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ആ കർവ് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഹെൽത്തിയാണ്, ആ കർവ് ഇങ്ങനെയാണെങ്കിൽ അത് ഹെൽത്തി അല്ല, അതിന് താഴേക്ക് പോകണമെങ്കിൽ റെഡിലേക്ക് പോകണമെങ്കിൽ അത് റിസ്ക്കാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു വളർച്ച നമ്മൾ എപ്പോഴും പ്ലോട്ട് ചെയ്ത് പോകണമെങ്കിൽ ആ ഗ്രാഫിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നമ്മളെപ്പോഴും ഏത് പ്രായത്തിലും കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് കുട്ടിക്ക് വെയിറ്റ് കുറഞ്ഞാൽ പറയാറുണ്ട് ഇടയിൽ ഒരു അസുഖം വന്നിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞത്. അപ്പോൾ അത് ആക്ച്വലി നോർമലാണോ അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ കുട്ടിക്ക് വെയിറ്റ് കുറയുന്നത്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുണ്ടല്ലോ, ഇപ്പോൾ ഒരു നേരത്തെ ആഹാരം മുടങ്ങി കഴിഞ്ഞാൽ വെയിറ്റ് എഫക്റ്റ് ചെയ്യാം, തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യാം. ഒരു നേരത്തെ ആഹാരം മുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിൽ ഈ പറഞ്ഞ ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് അതിപ്പോൾ നമ്മൾ പലപ്പോഴും 6 മാസം വരെ അമ്മയുടെ പാല് സഫിഷ്യൻ്റ് ആണ്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക്. അമ്മയുടെ പാലെന്ന് പറഞ്ഞാൽ ഓൾ ടൈം മിൽക്കാണ്. നമ്മളൊരിക്കലും ഇപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞ് എക്സസീവായിട്ട് കരയുന്നു അല്ലെങ്കിൽ കുഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനിൽ ഒരു 3 കാര്യം നോക്കുക. കുഞ്ഞ് ഒരു ദിവസം 30 ഗ്രാം വെച്ച് വെയിറ്റ് കൂടുന്നുണ്ടോ ഡെയിലി ബേസിസിൽ? ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഒരു 2-3 മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. 30 ഗ്രാം വെച്ച് ഡെയിലി വെയിറ്റ് കൂടും. ഒരു 5-6 വട്ടം കുഞ്ഞ് മൂത്രം ഒഴിക്കും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞ് ഉറങ്ങും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ പാല് സഫിഷ്യൻ്റാണ്. വേറെ ഒരു ഭക്ഷണമോ ഒന്നും ആവശ്യമില്ല കുഞ്ഞിന്. ആ അമ്മയുടെ പാല് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. വേറെ പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞു, രാത്രിയിൽ കുട്ടികൾക്ക് ഒത്തിരി കരയും. രാത്രി കരഞ്ഞിട്ട് പല കാരണങ്ങളുണ്ട്. അത് അവരങ്ങനെയാണ്. കാരണം അമ്മയുടെ വയറ്റിൽ 9 മാസവും പകൽ ഉറക്കവും രാത്രി ആക്റ്റീവാണ് ഈ കുഞ്ഞുങ്ങൾ. അവർ പുറത്ത് വന്നാലും ആദ്യത്തെ ഒരു 100 ദിവസം അവർ പകൽ ഉറക്കമോ വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങും. പല കുട്ടികളും ഒരു ശല്യം ഉണ്ടാവില്ല അവരെ കൊണ്ട്. പക്ഷേ രാത്രി ഒരു 6-7 മണി കഴിഞ്ഞവർ എഴുന്നേക്കും. രാത്രി 12-1 മണി വരെ പിന്നെ ഇവർ ആക്റ്റീവാണ്. നമ്മൾ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ കുഞ്ഞ് കരയും. അപ്പോൾ രാത്രിയിൽ നമ്മൾ ആദ്യത്തെ 100 ഡേയ്സ് കുഞ്ഞ് പകൽ ഉറങ്ങുമ്പോൾ അമ്മയും കൂടെ കിടന്ന് ഉറങ്ങാൻ വിശ്രമിക്കുക, രാത്രി എഴുന്നേറ്റിരിക്കുക, കുഞ്ഞിന് പാല് കൊടുക്കുക. അപ്പോൾ അഡൾട്ട്സിനെ പോലെ കുട്ടികൾക്കും ഒരു പർട്ടിക്കുലർ സ്ലീപ്പ് പാറ്റേൺ ഉണ്ട്. അവർ നമ്മളെ പോലെ ഒരു പകൽ ആക്റ്റീവും രാത്രി ഉറക്കത്തിലേക്ക് വരുന്നത് ശരിക്കും ഒരു 100 ഡേയ്സ് കഴിയുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതുവരേക്കും അമ്മ അതിനോടൊപ്പം സഹകരിച്ച് പോകണം കുഞ്ഞിനൊപ്പം തന്നെ. കാരണം കുഞ്ഞ് കൂടുതൽ ആക്റ്റീവും കൂടുതൽ പാല് ഉൽപ്പാദനപ്പെടുന്നതും രാത്രിയിൽ ഏറ്റവും കൂടുതൽ പാല് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് കുഞ്ഞ് ആക്റ്റീവ് പാല് കുടിക്കാൻ താല്പര്യം കൂടുതൽ രാത്രിയിലാണ്. പകൽ അധിക സമയം ഉറക്കമായിരിക്കും. പകൽ ഉറങ്ങുകയാണെങ്കിൽ ഒരു 3-4 hours കൂടെ കുഞ്ഞിനെ എഴുന്നേപ്പിച്ച് ഫീഡ് ചെയ്യണം. അത് കൂടാതെ ഡിമാൻഡ് ഫീഡിംഗ് ഉണ്ട്. കുഞ്ഞ് എപ്പോൾ ഉള്ള എഴുന്നേക്കാം, കരയാം, പാൽ കുടിക്കാൻ റെഡിയാവും. അത് കൂടാതെ രാത്രിയിലൊക്കെ ആണെങ്കിൽ ത്രൂ ഔട്ട് അവർ എഴുന്നേറ്റിരിക്കുകയായിരിക്കും. മിക്കവാറും ചുമ്മാ നിപ്പിളി ചപ്പിക്കൊണ്ടിരിക്കും. നോൺ ന്യൂട്രീഷണൽ സക്ക് എന്ന് പറയും. പാല് കുടിക്കുന്നില്ല, ഒരു ആക്ടിവിറ്റിയാണ് അത് കുഞ്ഞുങ്ങളുടെ. ആ സമയത്ത് അമ്മയും കൂടെ ഇരിക്കുക എന്നുള്ളത്, ലൈറ്റ് ഓഫ് ചെയ്യരുത്. ഈ 100 ഡേയ്സ് എപ്പോൾ കഴിയുന്നു 101-ാം ദിവസം നമുക്ക് കുഞ്ഞിൻ്റെ ഒപ്പം രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അതുവരെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതുവരെ പക്ഷേ നമ്മൾ പകൽ ഉറങ്ങാതെ ക്ഷീണിച്ച് അമ്മ കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് രാത്രി കിടക്കാൻ ഉറങ്ങാൻ വരുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് കരയുകയാണ്. കുഞ്ഞിനെ നോക്കുന്നവർക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഒരു അസൗകര്യം തോന്നും ആ സമയത്ത്. പക്ഷേ ആ പകൽ അമ്മ ഒന്ന് വിശ്രമിച്ച് രാത്രി കുഞ്ഞിനൊപ്പം ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. 100 ദിവസമായി 101 അന്ന് നമ്മളെപ്പോലെ പകലിൽ കുഞ്ഞ് ആക്റ്റീവായിരിക്കും, രാത്രി ഉറങ്ങിക്കോളും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് കുഞ്ഞിൻ്റെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് ആ കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടിയുടെ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വെയിറ്റ് കുറയുമ്പോഴാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും കൊടുക്കണം, അയണോ വിറ്റമിൻ ഡി? നമ്മളവിടെ പറയുന്നത് കുഞ്ഞിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദിവസം 30 ഗ്രാം വെയിറ്റ് കൂടുന്നുണ്ടോ, കുഞ്ഞ് 1 വട്ടം 5-6 വട്ടം മൂത്രം ഒഴിക്കുന്നുണ്ടോ, കുഞ്ഞ് അത്യാവശ്യം ഉറങ്ങുന്നുണ്ടോ, കുഞ്ഞിൻ്റെ വെയിറ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ ഫീഡിങ്ങോ ഒരു കുപ്പിയോ പൊടിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഒന്ന് കുഞ്ഞിൻ്റെ വെയിറ്റ് ഒരു 10 ദിവസം ഗ്യാപ്പിലൊന്ന് വെയിറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക. ഈ 10 ദിവസത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് ഈ പറഞ്ഞ പോലെ ഒരു 300 ഗ്രാം വെയിറ്റ് വെച്ച് ദിവസം 30 ഗ്രാം വെച്ചിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അമ്മയുടെ പാല് സഫീഷ്യൻ്റ് ആണ്. പലപ്പോഴും ഒരുപാട് അമ്മമാർ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. കുഞ്ഞ് കരഞ്ഞു, വീട്ടുകാർ പറഞ്ഞു കുഞ്ഞിന് പാല് തികയുന്നില്ല, നമുക്കൊരു കുപ്പി കൊടുക്കാം. കുപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു, പൊടി കലക്കുന്നു, കൊടുക്കുന്നു. ഈ പൊടിയിലെല്ലാം ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട്.
അതിന് കേരളമാണെങ്കിൽ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലാണ്. ഇത്രയും ഷുഗർ കുടിച്ച് കഴിച്ചിട്ട് മിക്ക ആൾക്കാർ ഒബിസിറ്റി വരുന്നു, ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് സെൻറ്റർ ഒത്തിരി കൂടി വരുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അമ്മയുടെ പാല് കൊടുത്ത് കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ കുഞ്ഞ് കരഞ്ഞത് കൊണ്ട് ഓടിപ്പോയി നമ്മളൊരു കുപ്പി മേടിക്കുക, പൊടി കലക്കി കൊടുക്കല്ല വേണ്ടത്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യുക. കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടോ, 5-6 വട്ടം മൂത്രം ഒഴിക്കുന്നുണ്ടോ, കുഞ്ഞ് ഒരു 3 hours ഉറങ്ങുന്നുണ്ടോ, ഇതൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ പാലുണ്ട്, നമ്മുടെ ഒരു തോന്നലാണ്. ഇത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കാരണം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു ബ്രസ്റ്റ് എംപ്റ്റി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യം വരുന്ന പാല് വെള്ളവും അവസാനം കട്ടിയുള്ള പാലുണ്ട്. ഈ കട്ടിപ്പാൽ എന്നാലേ കുഞ്ഞിൻ്റെ വയറെന്ന് അറിയുള്ളൂ, കുഞ്ഞ് ഉറങ്ങുള്ളൂ, വിശപ്പ് മാറുള്ളൂ, തൂക്കം വയ്ക്കുള്ളൂ. അപ്പോൾ 2 ബ്രസ്റ്റ് മാറി കൊടുക്കാതെ ഒരു ബ്രസ്റ്റ് എംപ്റ്റി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. മറ്റേ എംപ്റ്റി ചെയ്യുന്ന വെച്ചാൽ ഒരു 15 മിനിറ്റുള്ളൊരു ബ്രസ്റ്റ് എംപ്റ്റി ചെയ്യാൻ കൊടുക്കുക. ഈ കട്ടിപ്പാൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഇത് ഈ മാതിരി രീതിയിൽ ബ്രസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് പോകണമെങ്കിൽ കുഞ്ഞ് കറക്റ്റായിട്ട് വെയിറ്റ് വെച്ച് പോകുന്നുണ്ടാവും. കുഞ്ഞ് നല്ലൊരു ഗ്രോത്ത് ചെയ്യും. നമ്മുടെ പാല് സഫീഷ്യൻ്റാണ്. ഇപ്പോൾ ഒരു പാല് മുല കൊടുക്കും, മറ്റേ മുല ഇറ്റുന്നുണ്ടോ, അവിടെ പാലുണ്ട്. പാല് ഇല്ല, കുഞ്ഞ് കരയുന്നുണ്ടെന്നുള്ളത് തോന്നലാണ് അമ്മയ്ക്ക്. അപ്പോൾ നമ്മൾ ദയവ് ചെയ്ത് ഒരു ഓടിപ്പിടിച്ച് ഒരു പൊടിപ്പാലിലേക്ക് കുപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ വെയിറ്റും മറ്റും മോണിറ്റർ ചെയ്യുക, കംഫർട്ട് ചെയ്യുക, ഈ 101 ദിവസം വരെ ഒന്ന് സഹിക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കുക കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫോർമുല മിൽക്ക് കൊടുക്കുന്നത് കുട്ടിയെ ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. തീർച്ചയായിട്ടും അതിലെല്ലാം ഷുഗർ ഇറങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച ഒരുപാട് ഫോർമുലാസ് ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഷുഗർ കണ്ടൻസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അമ്മയുടെ പാലിൽ തന്നെ അത്രയും നല്ല മധുരമുണ്ട്, അത്ര നല്ല അമ്മ നല്ലപോലെ ഭക്ഷണം കഴിക്കുക, അമ്മ നല്ലപോലെ പാല് കൊടുക്കുക, വിശ്രമിക്കുക, പാലുണ്ടാകാൻ വേണ്ടി അമ്മ സന്തോഷിക്കുക. കുഞ്ഞിനെ കൊണ്ട് എത്രയും കൂടുതൽ ചപ്പിക്കുന്നു അത്രയും കൂടുതൽ പാലുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പാലുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ചൊരു മരുന്നോ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മ മരുന്നുകളുണ്ട്, അത് വേറെ ഘട്ടത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ എഴുതും. പക്ഷേ ഏറ്റവും ആവശ്യം അമ്മ സന്തോഷിക്കുക, എൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വരിക, കുഞ്ഞിനെ കൂടെ കൂടുതൽ നിപ്പിൾ ചപ്പിക്കുക. അപ്പോൾ 2 ഹോർമോൺസ് ബ്രെയിൻ റിലീസ് ചെയ്യും. ഇത് രണ്ടുമാണ് നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. പാൽ ധാരാളം ഉണ്ടാവും. അതുപോലെ വറ്റിച്ച് കൊടുക്കാൻ പറയാൻ കാരണം നമ്മൾ ഒരു മുല ബ്രസ്റ്റ് എംപ്റ്റി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിണർ വറ്റിക്കുന്ന പോലെ ഉറവയുണ്ടാവും, വീണ്ടും പാലൊന്നും അറിയും. പക്ഷേ നമ്മൾ പലരും എന്താ ചെയ്യണമെന്നില്ല, ഒരു മുല കുറച്ച് നേരം കൊടുക്കും, മറ്റേ ബ്രസ്റ്റ് കുറച്ച് നേരം കൊടുക്കും, പാൽ ബാക്കി കെട്ടിക്കെടുക്കുകയാണ്. പാല് കെട്ടിക്കെടുക്കുകയാണെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ കുറയും കമ്പാരിറ്റീവ്ലി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കുറേ ആയിട്ട് പാരൻസ് ചെയ്യുന്നതാണ്, കുട്ടികളെ ഫീഡ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഉറങ്ങുന്ന ടൈമിലാണെങ്കിലും ഫോൺ യൂസ് ചെയ്യുന്നത്. കാർട്ടൂൺസ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും കുട്ടി കൂടുതലും ഫോണിലേക്കാണ്. അത് കുട്ടിയുടെ ഗ്രോത്തിനെ ഏതെങ്കിലും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ്, അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട സമയത്ത് അമ്മ പാട്ട് കേട്ടാൽ നല്ല കാര്യമാണ്. ആ കുഞ്ഞിന് വളരെ പീസായിരിക്കും, അവൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ച ശേഷം അമ്മ ഇപ്പോൾ കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അമ്മ ഫോൺ നോക്കിയിരിക്കുന്നു, കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, ആ ഒരു കണക്ഷൻ അവിടെ വരുന്നില്ല. ആ സമയത്ത് അമ്മ അതൊന്നും ചെയ്യാതെ അമ്മ കുഞ്ഞിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പലപ്പോഴും വെച്ചാൽ കുഞ്ഞിനെ ആസ്പിറേറ്റ് ചെയ്യുക, മിൽക്ക് മൂക്കിലൂടെ വരാം, അങ്ങനെ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ മനസ്സോടെ കൊടുക്കുക, കുഞ്ഞിന് ആ ഒരു ഏകാഗ്രത അറ്റൻഷൻ എപ്പോഴും അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷമാണെങ്കിലും കുഞ്ഞിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുക, റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞിൻ്റെ ഒരു 3 വയസ്സ് വരെയുള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ മൊബൈൽ ഫോൺ, റേഡിയേഷൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും അത് വലിയ പ്രശ്നമില്ല, റേഡിയേഷൻ വലിയ കുഴപ്പമില്ല, അത് സയൻറ്റിഫിക്കലി പ്രൂവഡാണ്, വലിയ കുഴപ്പമില്ലാത്ത റേഡിയേഷനാണ് നമ്മൾ ഫോൺ ഉപയോഗിച്ചത്. എന്നാൽ പോലും മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ കുഞ്ഞ് ഫോണിലേക്ക് കൂടുതൽ വരികയാണെങ്കിൽ, ഇപ്പോൾ 1 വയസ്സ് 2 വയസ്സിലെ കുട്ടികൾ നമുക്കറിയാം, നമ്മളെക്കാളും കൂടുതൽ ഒരു ഫോൺ തൊടാനും പിടിക്കാനും ടച്ച് ചെയ്യാനൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അതിലേക്ക് പോകരുത്. കാരണം നമ്മൾ ദിനം പ്രതി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കാരണം 1 വയസ്സിൽ അമ്മ എന്ന് വിളിച്ച ഒരു കുഞ്ഞ് 2 വയസ്സിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ അമ്മയെ നോക്കുന്നില്ല, അമ്മയെന്ന് വിളിക്കുന്നില്ല. കാരണം ഈ ഒരു കൊല്ലം മുഴുവൻ കുഞ്ഞ് ഫോണിലായിരുന്നു, അമ്മയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ ഓട്ടിസം പറയുന്നുണ്ട്, 2 തരം ഓട്ടിസം, വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. റിയൽ ഓട്ടിസം അത് വേറെ. നമുക്കിതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളിപ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബുക്കിൻ്റെ അകത്ത് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം ചില അമ്മയുടെ മുഖത്ത് കുഞ്ഞ് നോക്കുന്നുണ്ടോ, അമ്മയെ കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അമ്മയുമായിട്ടൊരു ഐ കമ്മ്യൂണിക്കേഷൻ കുഞ്ഞ് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ തൊട്ട് നമ്മളിപ്പോൾ 6 മാസമായി കുഞ്ഞ് അമ്മയെ ശ്രദ്ധിക്കുന്നില്ല, 7 മാസം 8 മാസം 9 മാസമായി കുഞ്ഞ് അവൻ്റെ ഒരു ലോകത്താണ്. അമ്മ കൊഞ്ചിക്കുമ്പോഴും ലാളിക്കുമ്പോഴൊന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല. സംശയിക്കണം എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഡിലേസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒത്തിരി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡെലിവറി സമയത്തൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻസ്, കുഞ്ഞ് പ്രസവിക്കാൻ ഡിലേ വന്നു, മഷിയിട്ടു, കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞില്ല, ബ്രെയിനിന് ഇൻസൾട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസൾട്ട് മീൻസ് ഇൻസൾട്ട് ടു ദ ബ്രെയിൻ. ഹൈപ്പോക്സിയ, ഓക്സിജൻ കിട്ടാത്ത സമയത്ത് ബ്രെയിൻ ഡാമേജ് ആയിട്ടുണ്ട്.
അത് കുഞ്ഞിൻ്റെ ഭാവിയിലെ വളർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്, ബ്രെയിൻ ഗ്രോത്തിന്. നമ്മളപ്പോൾ ഈ ബുക്കിൽ പ്ലോട്ട് ചെയ്യുന്നു, കുഞ്ഞ് സമയത്തിന് കഴുത്ത് ഉറക്കുന്നുണ്ടോ, 6 മാസം കഴിയുമ്പോൾ കുഞ്ഞ് കമരുന്നുണ്ടോ, 1 വയസ്സിൽ അവർക്ക് കുഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ടോ, അതിനുശേഷം നടക്കുന്നുണ്ടോ എന്നൊക്കെ ആ ബുക്കിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്രെയിൻ ഇൻസൾട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് ചിലപ്പോൾ ഹൈപ്പോക്സിയ ബ്രെയിൻ വന്നിട്ട് അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ഫിക്സ് അടിച്ചിട്ട് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഡിലേസ് ഉണ്ടാകും. നമ്മൾ നേരത്തെ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ വീഡിയോസിൽ അല്ലെങ്കിൽ പേരൻസിനോട് പറയുന്ന കാര്യം, എയർലി റെക്കഗ്നിഷൻ. നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുക ഈ കാര്യങ്ങൾ, കുഞ്ഞിന് എന്തെങ്കിലും കുറവുകളുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതറിയാൻ നമുക്ക് ഈ ഗവൺമെൻറ് തരുന്ന ഈ ബുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുഞ്ഞിൻ്റെ എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇയർലി ഇൻ്റർവെൻഷൻ, നമ്മൾ നേരത്തെ തന്നെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ മുട്ടിന് തെറാപ്പി സെൻ്ററുകളുണ്ട്. പക്ഷേ നമ്മൾ തെറാപ്പി കുഞ്ഞിന് ഇതിൽ ഡിലേ ഉണ്ടെന്ന് കണ്ടുപിടിക്കാതെ നമ്മളിങ്ങനെ തെറാപ്പിക്ക് പോകും. അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഇത് കണ്ടുപിടിച്ച ശേഷം ഇയർലി ഇൻ്റർവെൻഷൻ നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ്റെ ഗ്രോത്ത് ആദ്യത്തെ 1 വർഷത്തിൽ 10 സെൻറ്റിമീറ്റർ കൂടുകയാണ്. 2ാമത്തെ വയസ്സാകുമ്പോഴേക്കും 80% വളർച്ച തീരുകയാണ്. 5 വയസ്സാകുമ്പോഴേക്കും തലയുടെ എല്ലാ എല്ലും കൂടിയിട്ട് ബ്രെയിൻ്റെ ഗ്രോത്ത് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എന്തിനും തെറാപ്പി ചെയ്യണം. ഇപ്പോൾ കൊച്ചു നടക്കാൻ ഡിലേ വന്നു. പലപ്പോഴും വല്ല പാരൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്, 1 വയസ്സായിട്ട് കുഞ്ഞിതുവരെ കമന്നിട്ടില്ല എന്നുള്ളത്. വിഷമം വരും നമ്മൾ കാണും. ഇവർ ഏത് ലോകത്തായിരുന്നു? 1 വയസ്സായിട്ട് ഈ കുഞ്ഞ് കമന്നിട്ടില്ല എന്ന് ഈ പാരൻസ് മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതമല്ലേ? അല്ലെങ്കിൽ കുഞ്ഞ് ഇരുന്നിട്ടില്ല. ഈ ബുക്കിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഈ ബുക്ക് എടുത്ത് കാണിക്കുന്ന കാരണം അതാണ്. ഇതിൽ കുഞ്ഞ് എപ്പോൾ കമരണം, കുഞ്ഞ് എപ്പോൾ ഇരിക്കണം, കുഞ്ഞ് എപ്പോൾ എഴയണം, കുഞ്ഞ് എപ്പോൾ നിൽക്കണം എന്നുള്ളത് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അല്ല കുഞ്ഞ് എപ്പോൾ സംസാരിക്കണം എന്നുള്ളത്, 2 വാക്ക് ചേർത്ത് സംസാരിക്കണം. ആദ്യത്തെ വർഷങ്ങളിൽ കുഞ്ഞ് 1 വാക്ക് പറഞ്ഞാൽ മതി, അമ്മ, പാപ്പ, എന്തെങ്കിലും ഒരു വാക്ക്, അച്ഛൻ, അതിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്ക്. 2 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് വൊക്കാബുലറി കൂടി ഓരോ ദിവസവും അമ്മ പറയുന്ന കഥകൾ കേട്ടും കൊഞ്ചിനും ലാളനകൾ കേട്ട് ഓരോ വാക്കുകൾ പഠിച്ച് നമ്മൾ പറയും. കുട്ടി നേരത്തെ എന്നോട് ചോദിച്ചു, ഡോക്ടറെ മൊബൈൽ ഫോൺ കൊടുത്ത് പഠിപ്പിക്കാമോ, ഫുഡ് കൊടുക്കാമോ ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ് അല്ലേ. നമ്മൾ അവിടെ ചെയ്യേണ്ടത് കുഞ്ഞിന് കഥകൾ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ കൊണ്ട് നടന്ന് പ്രകൃതിയിൽ രാവിലെ ഒരു 11 മണിക്ക് 10 മണിക്ക് മുറ്റത്തിറങ്ങി നടന്ന കാറ്റ് കൊണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് കഥകൾ പറഞ്ഞു കൊടുത്ത് ഊട്ടുക. ഞാൻ ഇപ്പോഴും കാണാറുണ്ട്, ചില സ്ഥലങ്ങളിൽ പോകാറുണ്ട്, ഗ്രാമങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെയൊക്കെ പോയി ഇരുന്നിട്ട് ഓരോ കഥയും പറഞ്ഞ് ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ സൺലൈറ്റ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. 10 മണിക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നത് കറക്റ്റാണ്. സപ്ലിമെൻറ്റ്സ് അവിടെ കിട്ടുകയാണ് നമുക്ക് നാച്ചുറലായിട്ട്. ഈ കുഞ്ഞിനും കിട്ടുകയാണ്, കുഞ്ഞിനെ കൊണ്ടുനടക്കുന്ന ആൾക്ക് കിട്ടുകയാണ്. 10 മണി തൊട്ട് 1 മണിയുടെ സമയത്താണ് വെയിൽ സൺലൈറ്റ് നമുക്ക് കിട്ടുന്നത്. വൈറ്റമിൻ ഡി ഏറ്റവും ബെസ്റ്റ് റൈറ്റ് ടൈം. അപ്പോൾ അതവിടെ കിട്ടുകയാണ്. പിന്നെ കുഞ്ഞ് ഇതെല്ലാം കണ്ടിട്ട് അമ്മയുടെ വർത്തമാനങ്ങൾ കേട്ട് ഓരോ വാക്കുകൾ പഠിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞിൻ്റെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുകയാണ്. അമ്മയും കുഞ്ഞും ബോണ്ടിങ് വരികയാണ്. നല്ല കഥകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞ് അവൻ അബോധാവസ്ഥയിലാണെങ്കിൽ പോലും കഥ കേട്ട് ഈ ഉരുള അവൻ കഴിക്കും. കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. നമ്മൾ അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഭാവന വിടരട്ടെ. ഈ കഥകളെല്ലാം കേട്ട് അവർക്ക് ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ഫോൺ ഒഴിവാക്കുക. കാരണം ഈ ഫോൺ നോക്കി 2 വയസ്സാകുമ്പോഴേക്കും 3 വയസ്സാകുമ്പോഴേക്കും സൈലൻറ്റ്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ഈ ഷൂട്ടിന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ക്ലിനിക്കിൽ ലാസ്റ്റ് കണ്ട പേഷ്യൻ്റ് ഇത് തന്നെയായിരുന്നു. കുഞ്ഞ് മുഖത്ത് നോക്കുന്നില്ല, അവൻ്റെ പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ ഒരു 6 മാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ പേര് വിളിക്കുമ്പോൾ അവനൊരു അനക്കം ഉണ്ടാവും, എൻ്റെ പേരാണല്ലോ വിളിക്കുന്നതെന്നുള്ളത്. 8 മാസം കഴിയുമ്പോൾ നമ്മൾ ആ പേര് വിളിക്കുമ്പോൾ നോക്കും, നമ്മളെ എൻ്റെ പേര് ആരാ വിളിച്ചതെന്ന് മുഖത്ത് നോക്കും. 1 വയസ്സാകുമ്പോഴേക്കും പേര് വിളിക്കുന്ന ആൾ റെസ്പോണ്ട് ചെയ്യും കറക്റ്റായിട്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നില്ല. കുഞ്ഞ് ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് റിയാക്ഷൻസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം, എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂട്രിയൻസിൻ്റെ കാര്യം കൊച്ചു ചോദിച്ച വീഡിയോയിൽ ക്വസ്റ്റ്യൻസിൽ ഞാൻ വീണ്ടും അതിലേക്ക് വരും. ഞാൻ ഇത്തിരി എൻ്റെ റൂട്ട് മാറിപ്പോയി. ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കണം. കാരണം ജനിക്കും എല്ലാ ഹോസ്പിറ്റലിലും വൈറ്റമിൻ ഡി കൊടുക്കാൻ എഴുതി കൊടുക്കാറുണ്ട്. നമ്മളത് കൊടുക്കണം. അതൊരു 1 വയസ്സോ 1.5 വയസ്സ് വരെ വൈറ്റമിൻ ഡി കണ്ടിന്യൂ നല്ലതാണ്. കാരണം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും നീളം വെക്കുന്നതിനും ഇമ്മ്യൂണിറ്റിക്കും പല രീതിയിൽ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തലയടയും ഉച്ചി അടയാനും നല്ല ആരോഗ്യമുള്ള പല്ലുകൾ വരാനും ഒക്കെ വൈറ്റമിൻ ഡി ആവശ്യമാണ്. അത് മുടങ്ങരുത്, കൃത്യമായിട്ട് കൊടുക്കുക. എല്ലാവരും കൊടുക്കുന്നുണ്ട്, അതാരും തെറ്റാറ്. പക്ഷേ നമ്മൾ ഈ ഗവൺമെൻറ് തന്നെ ഈ ബുക്കിൽ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, 6 മാസം തൊട്ട് 5 വയസ്സ് വരെ ആഴ്ചയിൽ 2 വട്ടം അയൺ കൊടുക്കണം എന്നുള്ളത്. കാരണം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം അയണാണ്. കാരണം 6 മാസം വരെ കുഞ്ഞുങ്ങളുടെ അയൺ കറക്റ്റായിരിക്കും ബ്ലഡിൽ, ഹീമോഗ്ലോബിൻ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന 16, അതിനുശേഷം 14, 13, 10 ഒക്കെ ആയിട്ട് വരും. 6 മാസം കഴിയുമ്പോൾ 10 ആയിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ നമ്മൾ അവിടെ നിന്ന് സപ്ലിമെൻറ്റ് കൊടുക്കണം. അത് 11 നിർത്തണം, 12 നിർത്തണം. അപ്പോൾ ആക്ച്വലി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ്. പലപ്പോഴും കിട്ടാറില്ല, ആരും പറയാറില്ല. അംഗനവാടിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ്. കിട്ടാറില്ല, കൊടുക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. നമ്മളവിടെ പോയി ചോദിക്കണം. ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് അയൺ ഡ്രോപ്സ് കിട്ടും. ആഴ്ചയിൽ 2 days അത് 1 ഫില്ലർ നമ്മൾ 1 മില്ലി
അത് ആ ബുക്ക് വായിച്ചാൽ മനസ്സിലായാലും എഴുതിയിട്ടുണ്ട്. കളം വരച്ചിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. 6 മാസം തൊട്ട് 5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് അയൺ സപ്ലിമെൻറ്റ്. കാരണം അയൺ വളരെ ബേസിക് ഫൗണ്ടേഷനാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വിശപ്പിനും ഇമ്മ്യൂണിറ്റിക്കും അയൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതാരും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അംഗനവാടി പോകും. കാരണം പലപ്പോഴും അവരും മറന്നുപോകും, അല്ലെങ്കിൽ ഇതെല്ലാം സ്റ്റോക്ക് കീപ്പ് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ വിട്ടുപോകും. നമ്മൾ പോയിട്ട് ചോദിക്കുക, ഗവൺമെൻറ് സപ്ലൈ ആണ്, അയൺ ഉണ്ടെങ്കിൽ അത് മേടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ കുഞ്ഞിനെ ചില കുട്ടികളെ ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അയൺ ചിലപ്പോൾ ഇഷ്ടമല്ല കുടിക്കാൻ, അപ്പോൾ പ്രൈവറ്റിൽ നിന്ന് നല്ല അയൺ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള ഫ്ലേവറുള്ള അയൺ മേടിച്ചിട്ട് വീക്ക്ലി 5 വയസ്സ് വരെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ അംഗൻവാടിയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അമൃതം പൊടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അത് ആക്ച്വലി നല്ലതാണോ? അമൃതം പൊടി ഒത്തിരി കണ്ടൻസ് അതിൽ കൂടിയിട്ടുണ്ട്. ഒത്തിരി ധാന്യങ്ങളുണ്ട്, ഒത്തിരി ന്യൂട്രിയൻസും ഉണ്ട്, അത്യാവശ്യം കുറച്ച് പഞ്ചസാരയുണ്ട്, കുറച്ച് വേറെ കുറേ ഇൻഗ്രീഡിയൻസ്, ഓയിൽ എല്ലാം മിക്സ് ചെയ്തിട്ടൊരു സാധനം അമൃതം പൊടി. നമ്മൾ ഒത്തിരി നേരത്തെ സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു 6 മാസം തൊട്ട് നമ്മളിത് ഗവൺമെൻറ് ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരും നമുക്ക്. പക്ഷേ നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അന്ന് ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് റാഗി, സൂചി ഗോതമ്പ്, കണ്ണങ്കായ, പിന്നെ റൈസ്, ചോറ്, പരിപ്പ്, അങ്ങനെ ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുഞ്ഞിനൊന്ന് എല്ലാം കഴിക്കുന്നുണ്ട്, കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 9-10 മാസം കഴിഞ്ഞിട്ട് അമൃതം പൊടി തുടങ്ങിയാൽ മതി എന്നുള്ളതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊടുക്കുമ്പോൾ. ഓരോന്നായിട്ട് നമ്മൾ തുടങ്ങിയ ശേഷം കുഞ്ഞിന് ഏതാണ് ബെസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, കുഞ്ഞിന് ഓക്കെ ആണെന്നുള്ളത് നമ്മളപ്പോൾ അവിടെ ലോക്കലി ഏതാണ് ബെസ്റ്റ്ലി അവൈലബിൾ, കുഞ്ഞ് ഏതാ ഇഷ്ടപ്പെടുന്ന കഴിക്കാൻ, ഈസിലി കുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ അടുക്കളയിൽ നമുക്ക് ഒത്തിരി ഐറ്റംസും ഉണ്ട്, നമുക്ക് ഡിസ്കവർ ചെയ്യുക. നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് ഒരു കുഞ്ഞിന് ഏറ്റവും അപ്രോപ്പറായിട്ടുള്ള നമുക്ക് ഒരു ഫ്രൂട്ട്സ് കൊടുക്കാം, വെജിറ്റബിൾസ് കൊടുക്കാം, റൈസ് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു വിഷയം അമൃതം പൊടിയിലേക്ക് വന്നു എങ്കിൽ പോലും നമ്മൾ ആദ്യം പറയുന്നൊരു കാര്യം വെച്ചാൽ നമുക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട്, പൂജയുണ്ട്, അമ്പലങ്ങളിൽ പോകണം, വേളാങ്കണ്ണിക്ക് പോകണം. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഇങ്ങനെ നീണ്ട് നമ്മുടെ കാര്യങ്ങൾ നീണ്ടു പോകണം. അപ്പോൾ പിന്നെ വേറൊരു പാരൻറ്റ് പറഞ്ഞത് എഴുത്തിനിരുത്തിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഇങ്ങനെ നീണ്ടുപോയി 1 വയസ്സ് വരെ ഈ കുഞ്ഞിന് മുട്ട കൊടുക്കുന്നില്ല, മീൻ കൊടുക്കുന്നില്ല, ചോറ് കൊടുക്കുന്നില്ല. അപ്പോൾ അത് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഏറ്റവും ആദ്യം ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ വേഗം തീർത്ത് വയ്ക്കുക. ഒരു 6 മാസം ആകുമ്പോഴേക്കും എല്ലാം ഫിനിഷ് ചെയ്ത ശേഷം കറക്റ്റ് 6 മാസത്തിൽ പതുക്കെ വീനിങ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളൊരു 7 മാസത്തിൽ പരിപ്പ് കൊടുത്തു തുടങ്ങാം, ചോറ് 6 മാസം 6.5 ആകുമ്പോഴേക്കും കൊടുത്തു തുടങ്ങാം, 8 മാസം ആകുമ്പോഴേക്കും മുട്ടയുടെ മഞ്ഞ കൊടുത്തു തുടങ്ങാം. കാരണം എഗ് ഇസ് എ കംപ്ലീറ്റ് ഫുഡ്. മുട്ടയിൽ അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും വേറെ ഒരു ഭക്ഷണത്തിലും ഇല്ല. മുട്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, മീൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം മീൻ കൊടുക്കാൻ പറയാൻ കാരണം ഈ ബ്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ വയസ്സിൽ 10 വർഷത്തിൽ 10 സെൻറ്റിമീറ്റർ കൂടുതലാണ്, ബ്രെയിൻ വളരെയാണ്. അപ്പോൾ മീൻ അടങ്ങിയിട്ടുള്ള ഒമേഗ, DHA ബ്രെയിൻ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ നമ്മൾ 9 മാസം ആകുമ്പോഴേക്കും ലേശം ഇറച്ചി കൊടുത്തു തുടങ്ങാം. കാരണം പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന അയൺ വളരെ കുറവാണ്, മീറ്റിൽ നിന്ന് കിട്ടുന്ന അയൺ പ്രോട്ടീൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ആഴ്ച 2 വട്ടം അയൺ കിട്ടാത്ത രീതിയിൽ നമ്മൾ ഇറച്ചി ആഴ്ച 2 വട്ടം കൊടുക്കണം. അപ്പോൾ മീൻ 2 ദിവസം മീനാക്കുക, 2 ദിവസം ഇറച്ചിയാക്കുക. നമ്മൾ 10 മാസം ആകുമ്പോഴേക്കും ഫുൾ എഗ്ഗ് കൊടുത്തു തുടങ്ങാം, പ്രോട്ടീൻ ആൻഡ് എഗ് യോക്കും മുട്ടയുടെ മഞ്ഞയും വൈറ്റും. അങ്ങനെ നമ്മൾ 10 മാസം ആകുമ്പോഴേക്കും കുറച്ച് ഇങ്ങനത്തെ നോൺ വെജൊക്കെ ആഡ് ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എരിവും മസാലയും ഓരോന്നായിട്ട് ആഡ് ചെയ്ത് അമൃതം പൊടി സ്റ്റാർട്ട് ചെയ്യാം. 1 വയസ്സാകുമ്പോഴേക്കും നമ്മൾ കുഞ്ഞിനെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം പരിചയപ്പെടുത്തി എടുക്കണം. സെൻസിറ്റൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കുഞ്ഞിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം ഫാമിലി പ്ലേറ്റ് എന്ന് പറയും. നമ്മൾ വീട്ടിൽ കഴിക്കാൻ നമ്മുടെ ഭക്ഷണം സെർവ് ചെയ്താൽ മതി, പിന്നെ കുഞ്ഞ് കഴിച്ചോളും. പലപ്പോഴും പല പാരൻസ് പറയാറുണ്ട് കുഞ്ഞ് കഴിക്കുന്നില്ല, തുപ്പിക്കളയുന്നു. ഈ കുറുക്ക് 10 മാസം കഴിഞ്ഞാൽ കൊടുത്താൽ കഴിക്കത്തില്ല, ഇഷ്ടാവില്ല അവർക്ക് പല്ല് വന്നു, മോണ വന്നു, കുറച്ച് ചവക്കാനും പിടിക്കാനൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ആ കൺസിസ്റ്റൻസി നമ്മൾ വളരെ ലിക്വിഡ് രൂപത്തിൽ തുടങ്ങിയെങ്കിൽ 7-8 മാസം കൂട്ടി അത് കുറച്ച് കട്ടിയായ രീതിയിൽ കുഞ്ഞിനെ ചവക്കാനും പിടിക്കാനൊക്കെ കൊടുത്ത്, കാരണം ദഹനം വായി തുടങ്ങുകയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ കൊടുത്ത് ഈ മസാലയിലൊക്കെ ആഡ് ചെയ്ത് നോക്കൂ. ഇറച്ചി മീനൊക്കെ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ 10 മാസം 15 മാസത്തിലെ കുട്ടികൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ ഈ പ്ലെയിൻ കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇഷ്ടാവത്തില്ല. അങ്ങനെ 1 വയസ്സാകുമ്പോൾ ഹോം ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭക്ഷണം കഴിച്ചങ്ങ് പൊക്കോളും. ഇപ്പോൾ ഈ 6 മന്ത്സിന് മുമ്പ് നമ്മൾ ഫീഡ് ചെയ്യുന്ന ചില പാരൻസ് ഉണ്ട്. 6 മന്ത്സ് വരെ നിൽക്കില്ല, അത് പകുതിക്ക് വെച്ച് ബ്രസ്റ്റ് ഫീഡ് നിർത്തിയിട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന പാരൻസ് ഉണ്ട്. അത് കുട്ടി ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്യാം? നമ്മൾ പറയാൻ വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് 6 മാസം വരെ എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കണം. വേറെ വെള്ളം പോലും ആവശ്യമില്ല, കാരണം 80% മുലപ്പാലിൽ വെള്ളമാണ്. അതിന് ശേഷമാണെങ്കിലും 1 വയസ്സ് വരെ നമ്മൾ ഒരു കാരണവശാലും ബ്രസ്റ്റ് മിൽക്ക് ഒട്ടും കുറയ്ക്കരുത്. 6 മാസം വരെ എങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് 1 വയസ്സ് വരെ കൊണ്ടുപോകണം. അതിനുശേഷം 2 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം, നിർത്തരുത് നമ്മൾ. അപ്പോൾ കാരണം നമ്മൾ പറയാൻ വെച്ചാൽ ഇപ്പോൾ ഈ വൈറ്റമിൻ എ
അത് ബ്രസ്റ്റ് മിൽക്കിലും അതുപോലെ ഈ പറഞ്ഞ ഫുഡിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ തിളക്കത്തിനും അതുപോലെ തന്നെ വിഷനും ഒക്കെ വൈറ്റമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുലപ്പാലിൽ കൂടി നമുക്ക് വേണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, ഇപ്പോൾ ഈ അമ്മ കഴിക്കുന്ന അയൺ ഗുളികയും വൈറ്റമിൻ ടാബ്ലറ്റ്സും കാൽഷ്യവും ഒക്കെ കഴിക്കുന്ന കുഞ്ഞിന് മുലപ്പാലിലൂടെ കിട്ടുകയാണ്. ഈ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അമ്മ അയൺ ഗുളിക കഴിക്കുന്നുണ്ട്. 6 മാസം വരെ എക്സ്ക്ലൂസീവായിട്ട് അമ്മ അയൺ ഗുളിക ഡെയിലി കഴിക്കണമെന്നാണ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത്. പലരും കഴിക്കാറില്ല. അത് കഴിക്കണം. അപ്പോൾ മുലപ്പാലിലൂടെ ഇത് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, കുഞ്ഞിനും കൂടിയാണ്. അപ്പോൾ അമ്മ ആ കാര്യം ഓർക്കുക. അമ്മ ദിവസവും ഒരു അയൺ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ, ഒരു കാൽസ്യം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഇത് മുലപ്പാലിലൂടെ കുഞ്ഞിൻ്റെ വയറ്റിലെത്തും എന്നുള്ള കാര്യം അമ്മ ഓർക്കുക. കുഞ്ഞിന് വേണ്ടിയാണെന്നുള്ളത് അത് മടി വിചാരിക്കരുത്, കഴിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള അയണും കാൽഷ്യം വൈറ്റമിൻ ഡി എല്ലാം അമ്മയുടെ മുലപ്പാലിലൂടെ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ 6 മാസം കഴിഞ്ഞാലും മുലപ്പാൽ ഒരു കാരണവശാലും കുറയ്ക്കരുത്. കാരണം അത്രയും റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസ്. കാരണം മുലപ്പാൽ എന്ന് പറഞ്ഞാൽ ഓൾ ടൈം മിൽക്കാണ്. നമുക്ക് എവിടെ പോയാലും നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. ഇപ്പോൾ ഫീഡിങ് റൂമുണ്ട്, ഏത് സ്ഥലത്ത് പോയാലും ഫീഡിങ്ങിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കുപ്പി കയ്യിൽ കരുതോ അല്ലെങ്കിൽ പൊടി കയ്യിൽ കരുതോ എൻ്റെ ഒന്നും ആവശ്യമില്ല. കുഞ്ഞിനെ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ദഹിക്കാനും അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മുലപ്പാലും കറക്റ്റ് ന്യൂട്രിയൻസും. ഈ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈനാമിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വെയിറ്റ് തീരെ കുറവാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചുണ്ട് നിപ്പിളിൽ തൊടുമ്പോൾ വരുന്ന പാല് അത് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ ലോ ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞാണെങ്കിൽ ആ പാലിൻ്റെ കണ്ടൻറ്റിൽ വ്യത്യാസമുണ്ടെന്നുള്ള പറയുന്നത്. ആ കുഞ്ഞിൻ്റെ വെയിറ്റ് വെക്കാനും വളരാനും വ്യത്യസ്തമായ രീതിയിലുള്ള മുലപ്പാലുണ്ടാകും. ഡൈനാമിക്കാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെയിറ്റ് കൂടുതൽ കുട്ടിയാണെങ്കിലും ആ മുലപ്പാൽ ഡൈനാമിക് ആയിരിക്കും. അപ്പോൾ മുലപ്പാലിൻ്റെ ഇത് ഒരു പൊടിപ്പാലും അത് റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് മാച്ചബിൾ. കാരണം മുലപ്പാൽ കോൺസ്റ്റൻ്റ് അല്ല, അത് പല രീതിയിലും മാറിക്കൊണ്ടേയിരിക്കും. കുഞ്ഞിൻ്റെ ഹെൽത്തിന് ആ സമയത്ത് റിക്വയർമെൻറ്റ് ആണോ അതനുസരിച്ചുള്ള മുലപ്പാലാണ് ശരീരത്തിന് വരിക. അത്ര ഡൈനാമിക്കാണ്, മനസ്സിലാക്കണം നമ്മളെ കാര്യം. അപ്പോൾ അക്കോർഡിംഗ്ലി നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് 6 മാസം വരെ എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുക. വെള്ളം പോലും ആവശ്യമില്ല. 6 മാസം കഴിഞ്ഞാലും 1 വയസ്സ് വരെ ഒരു കാരണവശാലും കുറയ്ക്കരുത്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞ് ഫുഡ് ഇപ്പോൾ കഴിച്ച് കൊടുത്തു തുടങ്ങിയാൽ, ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, രാത്രി ഫുഡ് കൊടുക്കുന്നുണ്ട്, ആ മുലപ്പാൽ ഫുഡ് കൊടുക്കുന്നതിന് ഒരു 1 hour ബിഫോർ വേണമെങ്കിൽ മുലപ്പാൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, കൊടുക്കരുത്. കാരണം ഭക്ഷണത്തിന് തൊട്ട് മുലപ്പാൽ കൊടുത്തിട്ട് കുഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുന്ന ആൾക്ക് ഫുഡ് കൊണ്ടേ കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 1 hour എങ്കിലും വയറ് കാലിലേക്ക് ഇടുക. കുഞ്ഞ് വിശന്നിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ കുഞ്ഞിന് ആ ഫുഡിനോട് ഒരു അവേർഷൻ ഉണ്ടാവില്ല, ഇഷ്ടക്കുറവുണ്ടാവില്ല. കാരണം വിശന്നിരിക്കുകയാണ്, കഴിച്ചോളും. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം കുട്ടികളെ പൊതുവേ നമ്മളെ കാണുന്ന എല്ലാ കുട്ടികളും ഇച്ചിരി ഹൈപ്പർ ആയിരിക്കും, ഭയങ്കരമായിട്ട് വികൃതിയുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ഇച്ചിരി ഹൈപ്പർ ആയിട്ടുള്ളൊരു കുട്ടികളെ നമ്മളെങ്ങനെയാണ്, കുട്ടിക്ക് ADHD ആണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വികൃതിയാണോ, നമുക്കെങ്ങനെ പാരൻസിനെ തിരിച്ചറിയാൻ പറ്റും? നമ്മളിപ്പോൾ ഞാൻ നേരത്തെ അയണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, കുറവ് കൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും തലച്ചോറിൻ്റെ വളർച്ചയിൽ ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അനീമിക് ആണെങ്കിൽ, ഇപ്പോൾ അനീമിക്കുള്ള കുട്ടികളാണെങ്കിൽ ഭയങ്കര പൊരുവരുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അയൺ കൊടുക്കാൻ പറയുന്നതും. അപ്പോൾ നമ്മൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ട് കുട്ടികളാണെങ്കിൽ അവൻ കല്ല് മണ്ണൊക്കെ പിറക്കി തിന്നും. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കുക, ഭയങ്കര ആക്റ്റീവായിരിക്കും, ഓടി നടക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വെച്ചാൽ അയൺ കറക്റ്റായിട്ട് കൊടുക്കുക. 5 വയസ്സ് വരെ ആഴ്ചയിൽ 2 വട്ടം മിനിമെങ്കിലും കൊടുക്കുക. ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട രീതിയിൽ വീണ്ടും കൂടുതലായിട്ട് കൊടുക്കുക. ദിവസം കൊടുക്കുക, അല്ലെങ്കിൽ 1-2 കൂടുതൽ മിനിമം കൊടുക്കുക. ഫുഡിൽ തന്നെ കറക്ഷൻസ് വരുത്തുക. അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കൊടുക്കുക. ഇനി ഇവിടെ ഹൈപ്പർ ആക്ടിവിറ്റി ആണോ ADHD ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞ് ഇപ്പോൾ ഒരു വീടിൻ്റെ ആ ഒരു പ്രൈവസിയിൽ കുഞ്ഞ് ചിലപ്പോൾ ഓവറായിട്ട് അവൻ ഫ്രീഡം കാണിച്ചിട്ട് അവൻ ഓടി നടക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റു ചെയ്യും. പക്ഷേ ഈ ഒരു കുഞ്ഞ് ഡോക്ടർ ക്ലിനിക്കിൽ എത്തിക്കഴിയുമ്പോൾ അതേ ബിഹേവിയർ ആണെങ്കിൽ, അതായത് സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ, കിൻഡർ ഗാർഡനിലോ അംഗനവാടിയിലോ നഴ്സറിയിൽ ചെല്ലുമ്പോൾ ഈ അതേ ബിഹേവിയർ ആണെങ്കിൽ സംശയിക്കാം കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളത്. അതേസമയം വീട്ടിലെ ആ ഒരു ചുറ്റുവട്ടത്തിൽ, ആ ഫ്രീഡത്തിൽ അവൻ ഒത്തിരി ആക്റ്റീവാണ്, ഓവർ ആക്റ്റീവാണ്. അത് ഡോക്ടറെ ക്യാബിനിലെത്തി കഴിഞ്ഞാൽ അവൻ വളരെ അച്ചടക്കത്തോട്ടൊക്കെ ഡോക്ടർ സീറ്റിലിരിക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്നും എടുക്കുന്നില്ല. ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ അച്ചടക്കത്തോടെ ടീച്ചറുടെ മുമ്പിൽ ഇരിക്കുന്നു. ഒരിക്കലും ഇത് ഹൈപ്പർ ആക്ടിവിറ്റി അല്ല, കുഞ്ഞിൻ്റെ ഫ്രീഡമാണ് വീട്ടിൽ. അതേസമയം വീട്ടിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഡോക്ടറെ ക്യാബിനിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതെടുക്കുന്നു, ഇതെടുക്കുന്നു, തെർമോമീറ്റർ എടുക്കുന്നു, മറ്റെടുക്കുന്നു, മറിച്ചെടുക്കുന്നു, അവിടെയും ഡോക്ടറെ ടേബിളിൻ്റെ മേളിൽ കയറുന്നു. ദർ ഇസ് സംതിങ് റോങ്. അത് ക്ലാസ് റൂമിലാണെങ്കിൽ പോയി കഴിഞ്ഞാലും അവൻ അവിടെ ഇരിക്കുന്നു, ക്ലാസ് പഠിപ്പിച്ച് കഴിയുമ്പോൾ മറ്റ് കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അവിടെ അച്ചടക്കത ഇരിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ദർ ഇസ് സംതിങ് റോങ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുക, ഹൈപ്പർ ആക്ടിവിറ്റി അത് നമ്മൾ ചെയ്യണം. അത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള രീതിയിൽ തെറാപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഓട്ടിസം ആണെങ്കിലും കുട്ടികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലോകത്തായിരിക്കും ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത്. അമ്മയുടെ മുഖത്ത് നോക്കത്തില്ല, അവൻ്റെ ലോകത്തായിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവത്തില്ല. മറ്റു കുട്ടികളെ അടുത്ത് വന്നാൽ അവരോട് കളിക്കത്തില്ല, അവരെ തൊടുന്നവർക്ക് ഇഷ്ടമാവത്തില്ല.
അതിന് ഓട്ടിസത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. ഹൈ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വളരെ ഡിലേഡ് ആയിരിക്കും. അവൻ്റെ ലോകത്തായിരിക്കും. ഇപ്പോൾ ഒരു കാറ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ കാറ് സാധാരണ കുട്ടികൾ ഓടിച്ച് കളിക്കും. പക്ഷേ ഓട്ടിസമുള്ള കുട്ടികളാണെങ്കിലോ ആ കാർ ഓടിച്ചല്ല കളിക്കുക, അവൻ ആ ടയർ നോക്കിയിട്ട് കറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിയലിസ്റ്റിക് പ്ലേ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് നിങ്ങളുടെ കുട്ടികൾ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ 2 പോർഷൻ നമുക്കറിയാം, ലെഫ്റ്റ് റൈറ്റ് ബ്രെയിൻ ഉണ്ടെന്നുള്ളത് അല്ലേ. നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ച ഈ കുഞ്ഞുങ്ങളിൽ ഒരു സൈഡ് മാത്രമേ ഡെവലപ്പ് ആയിട്ടുള്ളൂ. അത് അവർക്ക് ഇമോഷൻസ്, കരച്ചിൽ, ചിരി, ദേഷ്യം, ഇത്രയും കാര്യം ഡെവലപ്പ് ആയിട്ടുള്ളൂ. പക്ഷേ കറക്റ്റായിട്ടൊരു കാര്യം ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു ബ്രെയിൻ ഡെവലപ്പ് ആവണത് ഒരു 10 വയസ്സോ 20 വയസ്സോ ആകുമ്പോഴാണ്. അപ്പോൾ ഒരു കുഞ്ഞു കൊച്ച് അതിന് ബ്രെയിൻ ഡെവലപ്പ് ആയിട്ടില്ല. അതിനാകെ കരയാൻ അറിയത്തുള്ളൂ, ദേഷ്യം പിടിക്കാൻ അറിയത്തുള്ളൂ, സന്തോഷിക്കാൻ അറിയത്തുള്ളൂ, ലോജിക്ക് അറിയത്തില്ല. ആ ഒരു കുഞ്ഞ് കറക്റ്റായിട്ട് എല്ലാം വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ നമ്മൾ പാരൻസ് എല്ലാം കഴിഞ്ഞു, നമ്മൾ ഡെവലപ്പായി, നമ്മൾ 20-30 വയസ്സായി, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, നമുക്ക് ലോജിക്കും മനസ്സിലായി, 2 സൈഡും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ലോജിക്ക് കുറച്ച് കുഞ്ഞിന് കൊടുക്കുക, നമ്മുടെ സമയം കുഞ്ഞിന് കൊടുക്കുക, നമ്മളവിടെ റിയാക്ട് ചെയ്യാതിരിക്കുക, അത് കുഞ്ഞാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ കൂടെ ചേർന്ന് നമ്മൾ കളിക്കുക. ഇപ്പോൾ നഴ്സറി സ്കൂൾ ടീച്ചർമാർ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, ഇവർ ഒരുപോലെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ കുഞ്ഞുങ്ങളും എന്തെങ്കിലും റിയാക്ഷൻ കാണിക്കുമ്പോൾ ടീച്ചർ ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർ അടിക്കണം, അല്ലെങ്കിൽ വയലൻ്റ് ആവണമെങ്കിൽ നമ്മൾ പാരൻസ് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവരത്ര ക്ഷമയോടുകൂടി മൊത്തം 30 കുട്ടികളെ നോക്കുകയാണ്. നമ്മൾ പാരൻസ് അങ്ങനെ ആവണം. നമ്മൾ ഒരു വാശി കാണിക്കുകയോ കാര്യമോ ചെയ്യണമെങ്കിൽ നമ്മൾ റിയാക്ട് ഇല്ല ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക അതൊരു കുഞ്ഞാണെന്നും അതിന് ലോജിക്ക് ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സമയം കൊടുക്കുക. ഇപ്പോൾ നഴ്സറി സ്കൂൾ ടീച്ചർമാരെന്താ ചെയ്യുക? പാട്ട് പാടും, ഡാൻസ് കളിക്കും, കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരോട് കൂടും അല്ലേ. നമ്മളതുപോലെ ആവണം. നമ്മളതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കൂടി സമയം സ്പെൻഡ് ചെയ്യണം. നമുക്കിപ്പോൾ ഒന്നാമത് സമയം, നമുക്ക് മൊബൈൽ നോക്കണം, മൊബൈലിൽ 100 ടെൻഷനുണ്ട്, കാര്യങ്ങളുണ്ട് അല്ലേ. അവിടെ അതിൽ അടി കിടക്കണ്ട. അപ്പോൾ ആ ഒരു മൈൻഡ്സിൽ നമ്മൾ ടെൻഷനായിട്ടിരിക്കുക. അപ്പോഴായിരിക്കും കുഞ്ഞ് വാശി പിടിക്കുന്നത്, നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള പാരൻസൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, റിലാക്സ്ഡ് ആവുക, അവരോട് കൂടുക. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞു ഡോക്ടർ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ സ്പോർട്സിൽ നമ്മൾ പൊതുവെ കുട്ടികളെ കൊടുക്കാറുണ്ട്, മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് പ്രായത്തിൽ ഒരു കുട്ടിയെ സ്പോർട്സിലേക്ക് നമുക്ക്? ശരി, ഇയാളുടെ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്പോർട്സിന് ചോദിച്ചപ്പോൾ നമ്മൾ പറയുന്നത് ഈ കുറച്ചൊരു ഹൈപ്പറും ബഹളമുള്ള കുട്ടികളാണെങ്കിലുണ്ടല്ലോ, അവരെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് വീടിന് ചുറ്റും ഓടിക്കുക. ആ ഒരു എളും വെയിലിൽ അല്ലെങ്കിൽ ആ ഒരു വെയിലാവുന്ന സമയത്ത് അവർ ഓടിക്കഴിയുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് റിലീസ് ചെയ്യണമെന്ന് പറയുന്നത്. ആ ദിവസം മുഴുവൻ അവർ കാമായിരിക്കും. അതിന് ഒട്ടും ആക്റ്റീവ് അല്ല, സ്പോർട്സ് ഇല്ല, ശരീരം അനങ്ങാത്ത കുട്ടികളാണെങ്കിൽ അവർ ഭയങ്കര ഹൈപ്പറായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽപ്പിച്ച് വീട് ചുറ്റും ഒരു 3 റൗണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ദിവസം കാമായിട്ടിരിക്കാനുള്ള പോസിറ്റീവ് ഹോർമോൺസ് ബോഡിയിൽ റിലീസ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അവർ വളരെ റിലാക്സ്. അപ്പോൾ ഈ സ്പോർട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്പോർട്സിലെയും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ വാസനകൾ, ഇപ്പോൾ സ്പോർട്സിനാവണം നിർബന്ധമില്ല. ചില കുട്ടികൾ പാട്ട് പാടുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വരയ്ക്കുന്ന കുട്ടികളുണ്ട്, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. നമ്മളത് പ്രോത്സാഹിപ്പിക്കണം. കാരണം അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് മറ്റ് ബാഡ് ഹാബിറ്റ്സോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മളിപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിത്തത്തിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പഠനത്തിൽ ശരി പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അവരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അതിലവരെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവർ ഈക്വലി പഠനത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് കയറി വരും. അപ്പോൾ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സും ക്രാഫ്റ്റ്സും ആർട്സും എല്ലാം ഒരു കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ഇടയിൽ പല പാരൻസിനും ഇപ്പോഴും അവർ വിശ്വസിക്കുന്നുണ്ട് ഈ പരസ്യങ്ങളിൽ കാണുന്ന എനർജി ഡ്രിങ്ക്സ് കുടിച്ചാൽ കുട്ടിക്ക് ഹൈറ്റ് വരും, അല്ലെങ്കിൽ മസിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും, അങ്ങനെ വിശ്വസിക്കുന്ന പാരൻസ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അതിലെന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ? നമ്മൾ പറയുക വെച്ചാൽ ഈ എനർജി ഡ്രിങ്ക്സിൽ പരമാവധിയിൽ അധികം നമ്മൾ അതിൻ്റെ ലേബൽസ് ഒന്ന് വായിക്കുക, കണ്ടൻറ്റ് വായിക്കുക, ഷുഗർ എന്തുമാത്രം അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വായിക്കുക. നമ്മൾ പറയുക ഞാൻ നേരത്തെയും ഈ വീഡിയോയുടെ ആദ്യത്തെ പറഞ്ഞിരുന്നത് വെച്ചാൽ ഈ കേരളം ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലാണെന്നും നമ്മൾ ഇവിടെ ഡയാലിസിസ് സെൻറ്റർ ഒത്തിരി കൂടി വരുന്നെന്നുള്ളതും കിഡ്നി ഡിസീസ് രോഗികൾ ഒത്തിരി കൂടി വരുന്നുള്ളതും ഇതെല്ലാം ഡയബറ്റീസിന് കാരണം ഷുഗർ അമിതമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ പറഞ്ഞ അമിതമായിട്ട് വെയിറ്റുള്ള കുട്ടിയാണെങ്കിൽ
അവനത് ഗ്രാജ്വലി ആ വെയിറ്റ് ലൂസ് ചെയ്ത് 5 വയസ്സാകുമ്പോഴേക്കും സാധാരണ വെയിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റായി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതവിടെ കുറയാതെ ആ കുഞ്ഞ് പിന്നെ വെയിറ്റ് വെച്ച് ഒബേസിറ്റിയിലേക്ക് പോയി കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പിന്നെ അത് കുറയ്ക്കാൻ നമുക്ക് പ്രയാസപ്പെടും. കാരണം നമ്മൾ ആ ഇനീഷ്യലി ഉണ്ടാകുന്ന അഡിപ്പോസ് ടിഷ്യൂ, നമ്മൾ ആ സെല്ലിൻ്റെ സൈസ്, ടിഷ്യൂവിൻ്റെ സൈസ് നമുക്ക് അപ്പോഴേ കുറച്ച് വെച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് അത് കുറയ്ക്കാൻ പ്രയാസപ്പെടും. അപ്പോൾ ഈ ഒബേസിറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളും ഷുഗറിൻ്റെ ടോളറൻസും കാര്യങ്ങളും ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഡയബറ്റീസിലേക്ക് മറ്റ് അസുഖങ്ങളിലേക്കും പോകാനുള്ള ഭയങ്കര കൂടുതലാണ്. ഒരുപാട് അസുഖങ്ങളുണ്ട്, പോളിസിസ്റ്റിക് ഓവറി ഡിസീസും ഒബേസിറ്റിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ വേറെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടൈമിലി ആ കറക്റ്റ് വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അഡിക്വേറ്റ് എക്സസൈസ്, അഡിക്വേറ്റ് സൺലൈറ്റ്, അഡിക്വേറ്റ് ഡ്രിങ്കിങ് ഓഫ് വാട്ടർ, അഡിക്വേറ്റ് സ്ലീപ്പ്, ഇതെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 വയസ്സിന് താഴെ കുട്ടികൾ 10 മണിക്കൂറുകളിൽ ഉറങ്ങിയില്ലെങ്കിൽ അവൻ പകൽ സമയത്ത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, പകൽ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ വളർച്ചയെ ബാധിക്കത്തില്ല. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന ഒരു പ്രധാന കാരണം ഉറക്കമാണ്. ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഉറങ്ങുമ്പോഴാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇൻടേക്ക് കുറവായിരിക്കും. ഫ്യൂവലാണ് വാട്ടർ, അപ്പോൾ വെള്ളം നല്ലപോലെ കുടിക്കണം. സൺലൈറ്റിൽ നിന്ന് വൈറ്റമിൻ ഡി നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നത്, അത് വെയിലത്ത് ഇറങ്ങി കുഞ്ഞുങ്ങൾ കളിച്ചാൽ, കുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴാണ് എല്ലിലേക്കുള്ള കാൽഷ്യം അബ്സോർപ്ഷനും കൂടുതൽ വൈറ്റമിൻ ഡി എല്ലാം കയറുന്നതും കുഞ്ഞ് വലുതാവുന്നതും. അപ്പോൾ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1 hour ഡെയിലി പ്ലേ വേണം. അതുപോലെ വെള്ളത്തിൻ്റെ അഡിക്വേറ്റ് ഇൻടേക്ക് വളരെ കൂടുതലായിരിക്കണം. ഫുഡിൻ്റെ ഇൻടേക്ക് വളരെ കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കഴിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു 10 വയസ്സ് സമയത്ത് കുട്ടികളുടെ ഗ്രോത്തിൽ ഡിഫറെൻറ്റ് ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയും നമ്മൾ. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സിലെ കുട്ടികൾ കുറച്ച് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യും, പിന്നെ കുറച്ച് സ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 9 വയസ്സ് 10 വയസ്സ് ആ ടൈമിലാണ് പിന്നെ കുട്ടികൾ വളരുന്നത്. ആദ്യം പെൺകുട്ടികളെ കൂടുതൽ ഹൈറ്റ് വയ്ക്കുന്നത്, അതിനുശേഷം ആൺകുട്ടികൾ ഹൈറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ പെൺകുട്ടികൾ പ്യൂബർട്ടി ആവുന്നതിന് മുമ്പ്, അവർക്ക് പീരീഡ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാക്സിമം അവരെ ഹൈറ്റും വെയിറ്റും ആക്കിയെടുക്കണം. ഹൈറ്റ് പ്യൂബർട്ടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെൻസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് സ്ലോ ആവും, പിന്നെ അത്ര കാര്യമായിട്ട് അവർ വളരത്തില്ല. ആൺകുട്ടികൾ പിന്നെയും കുറച്ച് വളരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ശരീരത്തിലെ വളർച്ച വ്യത്യാസം വരുന്നുണ്ടോ, സ്തന വളർച്ച കൂടുതൽ ആവുന്നുണ്ടോ, കാഷ്ടങ്ങൾ രോമ വളർച്ച കൂടുന്നുണ്ടോ, ഈ പീരീഡ്സ് ആവാനുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തന്നെ. അപ്പോൾ ഒരു നേരത്തെ പീരീഡ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 കൊല്ലം കൂടെ കുഞ്ഞ് കാര്യമായിട്ട് വളരത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് സ്ലോ ആവും, പിന്നെ വളർച്ച മുരടിക്കും, ഹൈറ്റ് വയ്ക്കത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 10 വയസ്സിൽ ആ ഒരു ഹൈറ്റൊക്കെ പ്ലോട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു ഗ്രാഫുണ്ട്. പലപ്പോഴും പല പാരൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്ന കംപ്ലയിൻറ്റ് ഡോക്ടർമാർ ഇഗ്നോർ ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം പാരൻസിന് ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ എൻ്റെ കൊച്ചിന് ഹൈറ്റ് ഇല്ലെന്ന് പറഞ്ഞൊക്കെ ചെല്ലുമ്പോഴേ ക്ലാസ്സിലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആ സമപ്രായക്കാരെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിന് ഹൈറ്റ് കുറവായിരിക്കാം. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ, ഇത്ര ഹൈറ്റും മതി എന്ന് പറയുന്ന പല സംഭവങ്ങളും എൻ്റെ അടുത്ത് പല പാരൻസും വന്ന് പറയാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ പാരൻസ് അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് പോഷകാഹാരം കഴിക്കാതിരിക്കുന്നതുകൊണ്ടോ വെയിറ്റും ഹൈറ്റും കുറഞ്ഞിരുന്ന കുട്ടികളായിരിക്കാം, മാലറിസ്റ്റ് ആയിരിക്കും അവരുടെ കുട്ടിക്കാലത്ത്, അവർ വളർന്നുണ്ടാവില്ല. പക്ഷേ അവർ ജനറ്റിക്കലി അവരുടെ മക്കൾക്ക് പക്ഷേ വലുതാവേണ്ട കുട്ടികളായിരിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. പാരൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഈ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റൊക്കെ ഒന്ന് പ്ലോട്ട് ചെയ്യുക. തീരെ ഹൈറ്റ് കുറവാണ് ഗ്രാഫിലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മറ്റേതെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ ചെക്ക് ചെയ്യുക, കുഞ്ഞിൻ്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുന്നുണ്ടോ നോക്കുക, കുഞ്ഞിന് വളരാൻ എന്തെങ്കിലും വൈറ്റമിൻസ് എന്തെങ്കിലും സപ്ലിമെൻറ്റ് കൊടുക്കുക, ഈ പറഞ്ഞാൽ മറ്റേ ഉറക്കമാണെങ്കിലും ഫുഡും എക്സസൈസും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുകൂടാതെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് തൈറോയ്ഡ് വലിയൊരു ഇഷ്യൂ ആണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ ഒരു ബേസിക് ഘടനയാണ്. അതിപ്പോൾ 5 വയസ്സിന് താഴെ കുട്ടികളിൽ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും. 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ തൈറോയ്ഡ് പറഞ്ഞാൽ ബ്രെയിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞു, പിന്നെ അവർ ഹൈറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ തീരെ ഹൈറ്റ് വയ്ക്കുന്ന കുട്ടികളാണെങ്കിൽ തൈറോയ്ഡ് ചെക്ക് ചെയ്യുക. ഇനി ബേസിക് തൈറോയ്ഡ് കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ ഹൈപ്പർ തൈറോയിഡ്സും ഇല്ല എങ്കിൽ പോലും ചിലപ്പോൾ നമ്മളൊരു ആൻറ്റിബോഡിയോ ഇതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അത് കൂടുതലായിരിക്കാം, ഹഷിമോട്ടോ എന്ന് പറയും, അതും തൈറോയിഡിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചേ? അതായത് ഈ എനർജി ഡ്രിങ്ക്സിൽ അപ്പോൾ എനർജി ഡ്രിങ്ക്സിൽ ഈ ഷുഗറിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റഡുള്ള ഡ്രിങ്ക് സെലക്ട് ചെയ്യുക. വെച്ചാൽ പല ന്യൂട്രിയൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ എല്ലാവരെയും ഒരു ഹെൽത്ത് ഭയങ്കര ശോഷിച്ചു വരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ജോയിൻ്റ് ഹെൽത്ത്, ബോൺ ഹെൽത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ മോശമാണ്. ഒരു പ്രായം അവർ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ആദ്യം 20 വയസ്സ് 30 വയസ്സ് പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവർ ജോലിയും മറ്റു കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നു, ശരീരം സ്വന്തം ശ്രദ്ധിക്കുന്നില്ല. 50 വയസ്സ് കഴിയുന്നു, അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഒരു ബോഡി ഡൗൺ ആവുകയാണ്. അപ്പോഴേക്കും നമ്മൾ പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്നു,
അവരുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ റിലീസ് കുറയുന്നു അമ്മമാരിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഒരു 20, 30, 40 വയസ്സുള്ള അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ പ്രായത്തിൽ മാക്സിമം എല്ലിലേക്കുള്ള ഇത് കയറ്റാൻ ശ്രമിക്കുക, കാൽഷ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ ഡി അവിടെ അത്യാവശ്യമാണ്. ഈ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമ്മൾ എത്ര മീൻ, മുട്ട, പാല്, പച്ചക്കറി കഴിച്ചാലും കാൽഷ്യം ഒന്നും ബോഡിയിലേക്ക് കയറത്തില്ല. അപ്പോൾ അത് നമ്മുടെ ബ്ലഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ആദ്യം ചെക്ക് ചെയ്യുക. പലർക്കും മുടികൊഴിച്ചിലും ബോഡി പെയിനും കുഞ്ഞുങ്ങൾക്ക് രാത്രി കാലുവേദനകൾ ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് കുറവാണ്, അത് കറക്റ്റ് ചെയ്യുക. ഈ വൈറ്റമിൻ ഡി കയറി ശരീരത്തിലുണ്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ബോണിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെയും അതുപോലെ തന്നെ മറ്റ് എലമെൻറ്റ്സ് കൂടി വേണം നമുക്ക്. അപ്പോൾ ഇതെല്ലാം പച്ചക്കറികൾ, ഇലക്കറികൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള പച്ചക്കറി, ഇലക്കറി കഴിക്കുക. ഇനി അതില്ലെങ്കിൽ മൾട്ടി വിറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഇതിലും കഴിക്കുക. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ബോണിലേക്ക് ഇൻടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി വേണം, ബോണിനൊരു നെഗറ്റീവ് പ്രഷർ വേണം ഈ വലിച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്ക് ബോണിൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല, അത് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്തു പോകണമെങ്കിൽ നമ്മൾ ബോൺ ഹെൽത്ത് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ ടൈംലി എക്സസൈസ് ചെയ്യണം. പണ്ട് നമ്മൾ വെയിൽ കൊള്ളുമായിരുന്നു, തുണി അലക്കിയിട്ടത് വെയിലത്തോണ്ട് ഇടുമ്പോഴും അല്ലെങ്കിൽ ചെടി നനക്കുമ്പോഴും അല്ലെങ്കിൽ കുളത്തിൽ കുളിക്കാൻ പോകുമ്പോഴും ഒക്കെ വെയിൽ കൊള്ളുമായിരുന്നു അമ്മമാർ. ഇപ്പോൾ അതൊന്നുമില്ല, വെയിൽ കൊള്ളൽ വളരെ കുറവാണ്. നാച്ചുറലായിട്ട് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി 10 തൊട്ട് 1 മണി വരെയുള്ള വൈറ്റമിൻ ഡിയിലാണ് സൺലൈറ്റിലാണ് വൈറ്റമിൻ ഡി ഉള്ളത്. അത് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നില്ല, മുറ്റടിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം അമ്മമാരിൽ കുറവുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അത് മരുന്ന് കഴിക്കുക, അത് കഴിഞ്ഞ് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. അവിടെ ബോൺ ഹെൽത്തിന് വേണ്ടി എക്സസൈസ് അത്യാവശ്യം കുറച്ച് മിനിമം എങ്കിലും ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഡ്രിങ്ക്സ് മാത്രം നമ്മൾ പൊടി അതിൽ കലക്കി പിള്ളേർക്ക് കൊടുത്തു വെച്ചിട്ട് അതിൽ കാര്യമില്ല. ഇനി കുറവുള്ള കുട്ടികളാണെങ്കിൽ അപ്രോപ്പറായിട്ടുള്ള പൊടി സെലക്ട് ചെയ്യുക. അതിനപ്പുറം ഏറ്റവും ആവശ്യം ബാലൻസ്ഡ് ഡയറ്റാണ്. അതൊരു ഡയറ്റീഷ്യനെ കണ്ട് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്ത് എഴുതി മേടിച്ചിട്ട് വീട്ടിലെ ഫുഡുകൾ, ഇപ്പോൾ ട്യൂബേഴ്സ് ആണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മ വെച്ചാൽ നമ്മൾ 4 മണിക്ക് നമുക്ക് അവൽ നനച്ച് തരും, പൂരപ്പൊടി തരും, അവലോസ് പൊടി തരും, അല്ലെങ്കിൽ എന്തെങ്കിലും കിഴങ്ങോ മധുരക്കിഴങ്ങോ ഇതൊക്കെ നമുക്ക് ഡയറ്റിൽ നമുക്ക് പണ്ട് കിട്ടിയിരുന്നത്. ഇപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്? സ്നാക്സ് ആയിട്ട് അവർ വൈകിട്ട് ഒരു ചിപ്സ് പാക്കറ്റ് പൊടിച്ച് കഴിക്കും, അല്ലെങ്കിൽ കോള കഴിക്കും, അല്ലെങ്കിൽ മധുരം മിഠായി എന്തെങ്കിലും കഴിക്കും, അല്ലേ? ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ചീറ്റ് ചെയ്തോളൂ, നമ്മളെ തന്നെ ചീറ്റ് ചെയ്തോളൂ. ആഴ്ചയിൽ ഒരു ദിവസം, മനസ്സിലാവുന്നുണ്ട്. ബാക്കി 6 ദിവസം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, ഹെൽത്തി ഡയറ്റ് കഴിക്കുക, അമ്മ നമുക്ക് വിളമ്പി തരുന്ന വീട്ടിലെ ഫുഡ് കഴിക്കുക. ഇന്ന് ശ്രമിക്കുന്ന മക്കൾ എല്ലാവരും നിങ്ങൾ ചെയ്യുക. നിങ്ങൾ 6 ദിവസം അമ്മ തരുന്ന ഭക്ഷണം കഴിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്തോളൂ. ചീറ്റ് ഡയറ്റ് നമ്മൾ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളൂ. ഇപ്പോൾ പൊതുവേ കുട്ടികളുടെ ഗ്രോത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കുട്ടി ഒന്ന് തുമ്മി ചുമച്ചു whatever it is, ഉടനെ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? നമ്മളിപ്പോൾ നമ്മുടെ വിരൽത്തുമ്പത്താണ് ഇൻഫർമേഷൻസ്, ഫൈൻ, വെരി ഗുഡ്. നമ്മൾ ഗൂഗിൾ ചെയ്യാൻ നോക്കുന്നത് തെറ്റില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് കിട്ടി നമുക്ക് ഇൻഫർമേഷൻസ് ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന നിർബന്ധമില്ല. ഇനി ഡോക്ടർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ 100% നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യം 100% ഉറപ്പാണോ, നല്ല കാര്യങ്ങളായിരിക്കും. എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ഒരു അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കാം. എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൂഗിൾ ചെയ്യാതെ ഒരു ഡോക്ടറെ അടുത്ത് പോവുക. ആ ഡോക്ടറുടെ ഒരു വരുമാനമാണ്, ജീവിത രീതിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് ഫ്രീ ആയിട്ട് വിളിച്ച് ചോദിക്കാതെ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചു കൊടുക്കാതെ. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ഇൻസ്റ്റയിൽ സംശയങ്ങളായിട്ട്. പരമാവധി മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ആലോചിക്കുക, ഒരു ഡോക്ടർ അവരുടെ ജീവിത വരുമാന സ്രോതസ്സാണ് ഒരു കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ ഡോക്ടറെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, 1-to-1 ഇൻട്രാക്ഷൻ ചെയ്യുക. കറക്റ്റായിട്ട് കുഞ്ഞിനെ എന്തൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്ടറിന് കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞിന് എന്തൊക്കെ കുറവുകളുണ്ടെന്നുള്ളത്. അപ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ കാര്യം, അല്ലേ? ഈ ബുക്ക് ഞാൻ വീഡിയോ ആദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതുകൂടി ഞാൻ ഈ ബുക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. കാരണം ഈ ബുക്കിൽ നമുക്ക് അമ്മയ്ക്ക് ഗർഭവതിയായിരിക്കുന്ന നമ്മളൊരു പ്രഗ്നൻസി സ്റ്റേറ്റിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പടം കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് മനസ്സിലാൻ പറ്റും അമ്മ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കരുതലുകൾ എടുക്കണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം വരുന്ന ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ 6 മാസം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 6 മാസം തൊട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും പല വീടുകളിലും നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ഡിലേ വരുത്താറുണ്ട്. അത് ഇതിൽ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് നമ്മൾ 8 മാസമോ 9 മാസമോ 10 മാസമൊക്കെ ഓരോ നോൺ വെജ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫാമിലി മീലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരണം. പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്ത്. അതിനുശേഷം നമ്മൾ കുഞ്ഞിൻ്റെ ഓരോ മാസത്തെ നാഴികക്കല്ലുകൾ, മൈൽ സ്റ്റോൺസ്, കുഞ്ഞ് കൃത്യമായിട്ട് ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ലിസ്റ്റ് ഉണ്ട്.
ദയവ് ചെയ്ത് ടിക്ക് ചെയ്യുക പാരൻസ്. ഇതിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ് ഫാമിലിയുടെ. അപ്പോൾ ഇതെല്ലാവരും ഇത് വായിച്ചിരിക്കുക. അതുകൂടാതെ ഈ ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ താഴത്തെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ളത്, ആ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള ആ ഒരു ചെറിയ ഇൻഫർമേഷൻസ് വായിക്കുക. ഇവിടെ റെഡ് ഫ്ലാഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ അപകട സൂചനകൾ, കുഞ്ഞെന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാസങ്ങളിൽ കുഞ്ഞ് ഇതിലെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ഡോക്ടർ ശ്രദ്ധയിൽ നേരത്തെ പെടുത്താൻ പറ്റും. കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും. അതിന് വേണ്ടിയാണ് കുഞ്ഞ് സമയത്തിന് ഇരുന്നോ കമന്നോ അതുപോലെ തന്നെ കുഞ്ഞ് റോൾ ചെയ്തോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, എപ്പോൾ നടക്കണം എന്നുള്ളത്. അങ്ങനെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ കുഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് അമ്മ അച്ഛൻ എപ്പോൾ വിളിക്കണം, എങ്ങനെ സംസാരിക്കണം, അതങ്ങനെ കുറേ ഡീറ്റെയിൽസ്, കുഞ്ഞ് എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ കൊടുക്കണം. ഇത്രയും നല്ലൊരു ബുക്ക് ഗവൺമെൻറ് സയൻറ്റിഫിക്കലി റിസർച്ച് ചെയ്ത് ഈസി മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് തരുന്നത് 90% ആൾക്കാർ ബുക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ എൻ്റെ റിക്വസ്റ്റാണ് എല്ലാ പാരൻസും ഈ ബുക്ക് ഒന്ന് തുറന്ന് നോക്കുക, ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുക, നമ്മൾ നോക്കുക. അതുകൂടാതെ തന്നെ കറക്റ്റായിട്ടുള്ള അയൺ എപ്പോൾ കൊടുക്കണം എന്നുള്ളതിൽ എഴുതിയിട്ടുണ്ട്. 6 മാസം തൊട്ട് 5 വയസ്സ് വരെ വീക്ക്ലി 2 അയൺ സപ്ലിമെൻറ്റ് ചെയ്യണം. 1 ml ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരും. ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ മേടിച്ചു കൊടുക്കുക. എല്ലാ മാസവും കുഞ്ഞുങ്ങളെ അംഗനവാടി കൊണ്ടുപോയിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റ് ഇതിൽ പ്ലോട്ട് ചെയ്യണം. കുഞ്ഞ് കറക്റ്റായിട്ട് ഗ്രീൻ സോണിൽ കൂടെ പോകണമെന്ന് അറിയണം. റെഡിലേക്ക് യെല്ലോയിലേക്കാണ് വരുന്നത് നോക്കണം. റെഡിൽ വന്നു കഴിഞ്ഞാൽ ഇടപെടണം. നമ്മൾ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ വളർച്ച ഇതിൽ എല്ലാ മാസവും അംഗനവാടി പോയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം, ഇത് വരയ്ക്കണം. അതുകൂടാതെ തന്നെ കുഞ്ഞിൻ്റെ നീളത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, മാൽ ന്യൂട്രീഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് കൂടെ. നീളം ചില കൂടുതൽ നീളം കൂടുതലുണ്ടാവും. വാക്സിനേഷൻ ആസ് യൂഷ്വൽ നമുക്കറിയാം, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞിനും അമ്മയ്ക്കും അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മമാർ കൃത്യമായിട്ട് അയൺ കഴിക്കണം. ആദ്യത്തെ 6 മാസം എല്ലാ ദിവസവും കഴിക്കണം. അതിനുശേഷം മുലയൂട്ടുന്ന അമ്മമാരും 45 വയസ്സുള്ള എല്ലാ സ്ത്രീകളും ആഴ്ചയിൽ ഒരു അയൺ കഴിക്കണം എന്നാണ്, കൗമാരപ്രായക്കാർ കുട്ടികളും. കാരണം അയണും ഇതിൽ തന്നെ അടങ്ങിയിട്ടുള്ള കുറച്ച് ചെറിയ ഫോളിക് ആസിഡും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഫോളിക് ആസിഡിൻ്റെ കുറവ് കൊണ്ട് ചില പ്രഗ്നൻസികളിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. പ്രത്യേകിച്ചും കുഞ്ഞിൻ്റെ ബ്രെയിൻ്റെ വളർച്ചയും ന്യൂറൽ ട്യൂബൽ ഡിസീസൊക്കെ വരാറുണ്ട്. അപ്പോൾ മിനിമത്തിൽ ഈ അയൺ ഗുളിക നമ്മൾ ആഴ്ചയിൽ ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഫോളിക് ആസിഡ് നമ്മുടെ ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. നമ്മൾ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന അബോഷൻസ് കാര്യങ്ങളൊക്കെ അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു അയൺ ഗുളിക എല്ലാ സ്ത്രീകളും കഴിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അത് കഴിക്കാം. അയൺ പ്ലസ് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. അതുകൂടാതെ തന്നെ വാക്സിനേഷൻ ആയാലും കുട്ടികൾക്ക് MMR വാക്സിൻ കൃത്യമായിട്ട് എടുക്കണം. MMR വാക്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ റൂബല്ല, അതുപോലെ മംസ്, മീസിൽസ് ഇതെല്ലാം തടയാൻ വേണ്ടിയും കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള അസുഖങ്ങളും ആദ്യത്തെ 2 വർഷത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ന്യൂമോണിയ അടക്കമുള്ള വാക്സിൻസ് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവരും എടുത്തു പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ബുക്ക് കുഞ്ഞിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ആദ്യത്തെ 1000 ദിവസം കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺസ്, കുഞ്ഞിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഈ ബുക്ക് നിർബന്ധമായിട്ട് എല്ലാ പാരൻസും കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇത് വായിക്കണം, സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങളിത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം എൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവേത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും ഇൻഫോർമേറ്റീവായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു തന്നതിന്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയതിന് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.